ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാരൻവേൽ. അപ്പം നമ്മൾ ഇന്നൊരു കോൺട്രാക്ട് മാരേജ് ലവ് സ്റ്റോറിയാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ കാണുന്നതാണ് നമ്മുടെ കഥയിലെ നായിക. അവളുടെ പേര് റുവാൻസു എന്നാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവളിപ്പോൾ. അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഒരുപാട് കാശ് ആവശ്യമുണ്ട്. ഒരു പണക്കാരനായിട്ടുള്ള ഒരാളോട് കാശ് കടം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്നത്. അയാളും കാശ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ മോളെ, ഞാൻ മുതലെടുക്കുവാണെന്ന് നീ വിചാരിക്കരുത്. എനിക്കറിയാം നീ വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നീ എൻ്റെ പേരക്കുട്ടിയെ വിവാഹം ചെയ്യണം. അവൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല എന്നുള്ളത് ഞാൻ പറയുക തന്നെ നിനക്ക് അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ മാറും. നിങ്ങൾ പരസ്പരം നല്ല രീതിയിൽ ജീവിക്കും. എൻ്റെ മോന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പെൺകുട്ടിയാണ്. അതുകൊണ്ട് മോൾ എൻ്റെ പേരക്കുട്ടിയെ വിവാഹം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അവൾക്കത് കേൾക്കുമ്പോൾ സമ്മതം തന്നെയായിരുന്നു. ഞാനിത് കാശ് തരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നതെന്ന് മോൾ വിചാരിക്കരുതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്കതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. കാശ് തന്നതുകൊണ്ട് മാത്രമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ എൻ്റെ ജീവനെ രക്ഷിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഉറപ്പായിട്ടും അയാൾക്ക് പോലും ഓർമ്മയുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വെഡ്ഡിങ് ഡേ വരുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ മേക്കപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അവൻ്റെ പേര് ബോക്സിംഗ് എന്നാണ്. നമുക്ക് പോന്ന് വിളിക്കാം കേട്ടോ. നല്ല ഹാപ്പി ആണല്ലോ നീ. കാര്യം വേറെ ഒന്നും അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പണക്കാരനായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കാനായിട്ട് പോവുമല്ലേ. ഇനി നിനക്ക് എന്തറിയണം? മാത്രമല്ല, എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ മുത്തശ്ശൻ നിനക്ക് ഒരുപാട് കാശ് തന്ന കാര്യം എനിക്കറിയാമെന്ന് പറയുമ്പോൾ, മുത്തശ്ശൻ അത് നിങ്ങളെ കല്യാണം കഴിക്കുന്നത് കൊണ്ടല്ല എനിക്ക് തന്നത്. അത് ഞാൻ കടമായിട്ട് മേടിച്ചതാണ്. എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഉറപ്പായിട്ട് തിരികെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. കല്യാണത്തിന് മുന്നേ അത് നിന്നോട് പറയാൻ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. വേറൊന്നുമല്ല, എനിക്ക് ഈ ജന്മം നിന്നെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. ഓൾറെഡി ഞാൻ വേറൊരു പെൺകുട്ടിയായിട്ട് കമ്മിറ്റഡാണ്. പിന്നെ മുത്തശ്ശൻ്റെ ഒരേ ഒരു പിടിവാശി കാരണം ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചത്. എൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള സ്നേഹവും പ്രതീക്ഷിക്കരുതെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അവൾക്കത് കേൾക്കുമ്പോൾ വിഷമം വരുന്നുണ്ടെങ്കിലും എന്തായാലും കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 4 വർഷം കഴിഞ്ഞാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. റുവാൻസ് ഒരു ദിവസം രാവിലെ പോയോട് വന്ന് പറയുന്നുണ്ട്, എനിക്ക് ഡിവോഴ്സ് വേണമെന്ന്. അവനാകെ അത്ഭുതപ്പെട്ടിട്ട്, നീ എന്താ ഇപ്പോൾ വന്നിട്ട് ഈ ഡിവോഴ്സ് ചോദിക്കുന്നത്? നമ്മുടെ കല്യാണം കഴിച്ചിട്ട് 4 കൊല്ലം ആയില്ലേ? ഈ 4 കൊല്ലവും യാതൊരു പ്രശ്നവും ഇല്ലാതെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എന്ത് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, 4 കൊല്ലവും യാതൊരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർ കൂടി ചേർന്നിട്ട് എന്നെ എന്തോരം കഷ്ടപ്പെടുത്തുന്നുള്ളത് ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി എന്തായാലും എനിക്കത് സഹിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പോകുന്നു പറയണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അവൻ, ഈ വീട്ടിൽ നിന്ന് നീ എന്തിനു പോകണം? നിനക്കും കൂടെ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ വീട് മേടിച്ചത്. അതുകൊണ്ട് നീ എങ്ങോട്ടും പോകണ്ടെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ വീടോ സ്വത്തോ എന്തിനു പറയണം? ഡിവോഴ്സായ ഒരു കോമ്പൻസേഷൻ പോലും എനിക്ക് വേണ്ട. അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാനതിന് വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നാളെ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ ആണ്. ആ ഫംഗ്ഷനും കൂടെ നീ അറ്റൻഡ് ചെയ്യണം. ഈ ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഡ്രസ്സും കൊടുക്കുന്നുണ്ട്. എന്തായാലും അവൾ വരത്തില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം ഇവിടെ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ വന്ന കൂട്ടത്തിൽ നമ്മുടെ ബോയുടെ അനിയനും അനിയത്തി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതിലൊരു ലേഡി പറയുന്നുണ്ട്, മിസ്റ്റർ ബോ വന്നിട്ടും അയാളുടെ വൈഫ് ഇവിടെ വന്നിട്ടില്ലല്ലോ. സാധാരണ അയാൾ എവിടെ പോയിരുന്നാലും അയാളുടെ വൈഫിനെ കൊണ്ടുപോകാറില്ല. ഇനി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്നാലും ഇതിപ്പോൾ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ അല്ലേ, ഇതിൽ വന്നില്ലെങ്കിൽ പിന്നെ എന്തായാലും ഉറപ്പാണ് അവരുടെ ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. അതേസമയം ഇത് ബോയുടെ അനിയൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ വന്നിട്ട് പറയുന്നുണ്ട്, അവളൊക്കെ ഒരു പെൺകുട്ടിയാണോ? പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവൾ. എൻ്റെ ചേട്ടൻ കല്യാണത്തിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൈസ എവിടെയുണ്ടോ അവൾ അവിടെ ആയിരിക്കും നിൽക്കുന്നത്. അവൾ ജീവിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് 4 കൊല്ലമായി അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം എൻ്റെ ചേട്ടനോടോളമെന്ന് പറയുക അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന്. അങ്ങനെ ഹീറോയിനെ കുറിച്ചിട്ട് ഒരു ലോഡ് കുറ്റം അവനാണെങ്കിൽ ആ ലേഡിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ മുത്തശ്ശനാണെങ്കിൽ റുവാൻസു എവിടെ, അവൾ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പോയും പ്രത്യേകിച്ച് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ആ സമയം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റുവാൻസു അവിടേക്ക് വരുന്നുണ്ട്. അതും ഒരു റിച്ച് ഗേളായിട്ട്, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു റിച്ച് കാറിൽ ഒരുപാട് ബോഡി ഗാർഡ്സോട് കൂടിയായിരുന്നു അവൾ വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയം റുവാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കാത്തിരുന്നത്. എന്നെ കുറ്റം പറഞ്ഞവരും എന്നെ ആക്ഷേപിച്ചവരുടെ മുമ്പിൽ എനിക്ക് ഇതുപോലെ വരണമായിരുന്നു എന്ന് പറഞ്ഞ് നേരെ നടന്നു വരുന്ന സമയത്ത് ഈ അനിയൻ ചെക്ക വന്ന് പറയുന്നുണ്ട്, നിനക്ക് നാണമില്ലേ? വാടകയ്ക്ക് ഇത്രയും പണം കൊടുത്ത് കോസ്റ്റ്ലി ആയിട്ടുള്ള കാറിലൊക്കെ വരാൻ അറിയാലോ. പിന്നെ എൻ്റെ മുത്തശ്ശിന് വേണ്ടിയിട്ട് നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നോടെന്ന് ചോദിക്കുമ്പോൾ അവൾ എത്രയോ കോടി വിലയുള്ള ഒരു ആൻറ്റിക് ഡിസൈനുള്ളൊരു പ്ലേറ്റ് മുത്തശ്ശിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അയാളത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടിട്ട്, ഇത് 2 ദിവസം മുന്നേ ഒരു പണക്കാരനായിട്ടുള്ള ഒരാൾ മേടിച്ചതല്ലേ, ഇതെങ്ങനെ മോൾക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ മേടിച്ച പണക്കാരായിട്ടുള്ള ആളെ നമ്മുടെ റുവാനാണ് കേട്ടോ. അതിവിടെയുള്ള ആർക്കും അറിയത്തില്ലായിരുന്നു. എല്ലാവരും ഞെട്ടുന്നതിനോടൊപ്പം ഇതിലേറ്റവും കൂടുതൽ ഞെട്ടിയിട്ടുണ്ടായിരുന്നത് ഹീറോ തന്നെയായിരുന്നു.
ആ സമയം ഹീറോ റുവാനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്രയും പണം ഇതെവിടെ നിന്ന് കിട്ടി? ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഈ 4 കൊല്ലവും നിങ്ങൾ എന്നെ പറ്റിയിട്ട് ഒരു കാര്യവും അന്വേഷിച്ചിട്ടില്ല, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇപ്പോൾ അന്ന് ആ 4 കൊല്ലത്തിലുണ്ടായിരുന്ന ഭാര്യ ഭർത്താവ് ബന്ധം പോലും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ എവിടെ പോകുന്നെന്നോ എവിടെ വരുന്നെന്നോ ഒന്നും. എനിക്ക് ആകെ ഡിവോഴ്സ് മാത്രമാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് ആവശ്യമായിട്ടുള്ളത്. അതെനിക്ക് എത്രയും പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അവളിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി ഇതുവരെ ബോസിന് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് റുവാൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ 4 കൊല്ലവും അവൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയതായിരുന്നു ബോയുടെ അനിയനും അനിയത്തിയും. അവരവിടേക്ക് വന്നിട്ട് ഒരു കേക്കിൻ്റെ പീസ് എടുത്ത് റുവാൻ്റെ മേലെ എറിയുന്നുണ്ടായിരുന്നു. അവൾക്ക് ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. റുവാൻ ബോയെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ അനിയനും അനിയത്തിയും അവരുടെ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ഇവൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിൽ ഓരോ ഫംഗ്ഷൻസൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കളിയാക്കി നാണം കെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മനഃപൂർവ്വം ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവളുടെ മുഖത്ത് കേക്കൊക്കെ ഇങ്ങനെ തേക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ തന്നെ വെള്ളം ഒഴിച്ചിങ്ങനെ കഴുകുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇവളെ നോക്കി ചിരിക്കുന്നുണ്ട്. അവിടേക്ക് ബോ വരുമ്പോൾ ഇവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇവരെല്ലാവരും ഇപ്പോൾ ഇവൻ ചീത്ത പറയുന്നുള്ളത്. പക്ഷെ അവൻ വന്നിട്ട് റുവാനെയായിരുന്നു ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് നിനക്ക് ആ റൂമിൽ എങ്ങനെ ഇരുന്നാൽ പോരായിരുന്നു, എന്തിനാ ഈ പാർട്ടിക്കൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 4 കൊല്ലം അവൾ അനുഭവിച്ചത് ഒരേ ഒരു കഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അവൾക്ക് ആലോചിക്കാനായിട്ട്. ഇപ്പം അത് ആലോചിച്ചിട്ട് ഈ അനിയനോടും അനിയത്തിയോടും റുവാൻ വന്ന് പറയുന്നുണ്ട്, അതെ കഴിഞ്ഞ 4 കൊല്ലം എന്നെ കഷ്ടപ്പെടുത്തിയപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് പോലെ ഇനി എനിക്ക് മിണ്ടാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇതിവിടെ വെച്ച് നിർത്തിക്കോ. നിങ്ങൾക്ക് ഞാനിതൊരു വാണിംഗ് പോലെ തരുന്നതായിട്ട് വിചാരിച്ചാൽ മതി. എന്തായാലും ഇപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും കോളേജിൽ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കണമോ വേണ്ടേ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് കേൾക്കുമ്പോൾ തന്നെ ഈ അനിയനും അനിയത്തിയും കൂടെ പേടിച്ചിട്ട് റുവാനോട് സോറി പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ മേലേക്ക് എറിഞ്ഞില്ല ആ കേക്ക്. അത് ഇവർ തന്നെ തറയിൽ നിന്ന് എടുത്ത് കഴിക്കാനായിട്ട് പറയുമ്പോൾ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുവരുന്ന ഹീറോ ആണെങ്കിൽ റുവാൻ ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് ഇനി മേൽ ഇവരോട് ഇങ്ങനെ ചേരുന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം റുവാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. റുവാൻ ബോയെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ അവൾക്ക് കുറേ കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവൾ ആ കാശ് കൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4 കൊല്ലവും അത് വിശ്വസിച്ച ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബിസിനസ് ഇപ്പോൾ സക്സസ് ആയിട്ട് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന കമ്പനി എന്ന് പറയുന്ന റുവാൻ്റെയാണ്. റുവാനാണ് കമ്പനിയുടെ CEO എന്നുള്ള കാര്യം അവിടെ ആർക്കും അറിയത്തില്ലായിരുന്നു. റുവാൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, എന്തിനാ ഇനി അതിങ്ങനെ മറച്ചു വെക്കുന്നത്? നീയാണ് കമ്പനിയുടെ CEO എന്നുള്ള കാര്യം എല്ലാവരോടും പറയായിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഇവരാരുമല്ല എൻ്റെ എതിരാളികൾ. പിന്നെ ഒരുപാട് നാൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ മുമ്പിൽ ഇതുപോലൊരു സ്ഥാനത്തെത്തി കാണിച്ചു കൊടുക്കണമെന്ന്. എന്തായാലും ഇനി അത് അധികം മറച്ചു വെക്കുന്നത് നല്ലതല്ല, ഉടനെ തന്നെ പറയുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ശരിക്കും റുവാൻ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണ് കേട്ടോ. ഈ മരുന്നൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവളൊരു മാസ്റ്ററിൻ്റെ കീഴിൽ പഠിച്ചിട്ടുമുണ്ട്. അയാൾ എങ്ങനെ റുവാന് പറഞ്ഞു കൊടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, നീ ഇങ്ങനെ ഒരു ജോലി പഠിച്ചതുകൊണ്ട് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട്. അത് തന്നെയായിരുന്നു റുവാൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. പാർട്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് വരുമ്പോഴും അവൻ്റെ മനസ്സ് ഫുൾ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്തായാലും വന്ന പാടെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, റുവാൻ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് അവൻ സോഫയിലേക്ക് പോയി ഇരിക്കുമ്പോഴായിരുന്നു അയ്യോ റുവാൻ ഈ വീട്ടിലില്ലല്ലോ എന്നുള്ള കാര്യം അവൻ ആലോചിക്കുന്നുള്ളത്. അങ്ങനെ ബോ റുവാനെ വിളിച്ചിട്ട്, നീ എവിടെയാണ്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ റുവാൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ആരെ വിളിച്ചത് ഓഫീസിൽ നിന്നാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് ഫോൺ വഴി ബോയും കേൾക്കുന്നുണ്ട്. അവനിത് കേൾക്കുമ്പോൾ ആകെ ഷോക്കായിട്ട്, നീ പാറുടെ കൂടെ ഇരിക്കുന്നത്, നീ അപ്പോൾ പുതിയൊരുത്തിനെ കണ്ടുപിടിച്ചല്ലേ ഇതിനകം? എനിക്കറിയാം പണം എവിടെയുണ്ടോ അവിടേക്ക് നീ പോകുമെന്നുള്ള കാര്യമെന്ന് പറയുമ്പോൾ, നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിനക്ക് അന്വേഷിക്കാനായിട്ട് നിൻ്റെ ആ ഒരു മറ്റേ പെൺകുട്ടി ഉണ്ടല്ലോ നിൻ്റെ മുറപ്പെണ്ണ്, അവളുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ ഡിവോഴ്സ് പേപ്പർ അങ്ങോട്ട് സെൻഡ് ചെയ്യാം, എത്രയും പെട്ടെന്ന് അത് സൈൻ ചെയ്തിട്ട് തിരിച്ചയക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഉടനെ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ ഇപ്പോൾ ഡിവോഴ്സ് പേപ്പർ കൊണ്ട് വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ സൈൻ ചെയ്യാൻ തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പെട്ട് റുവാൻ നേരെ ബോയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവൾ ഇത്ര പെട്ടെന്ന് വരുന്നുള്ള അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ ഇത്ര പെട്ടെന്ന് വന്നു, ഞാൻ ഇപ്പോഴല്ലേ വിളിച്ച് പറഞ്ഞു ചോദിക്കുമ്പോൾ ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തായാലും വൈകത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ല, ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ അതാരാ സംസാരിച്ചത്? നീ പുതിയ ഒരാളെ കണ്ടെത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം നിനക്കില്ല. 4 വർഷം കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചപ്പോൾ നീ എപ്പോഴെങ്കിലും എൻ്റെ കാര്യം തിരക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോഴൊക്കെയും നിൻ്റെ മറ്റേ പെൺകുട്ടിയുടെ കാര്യമല്ലേ നീ തിരക്കി പോയിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ അവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വരുന്ന സമയത്ത് അവന് പെട്ടെന്നൊരു കോൾ വരുന്നുണ്ടായിരുന്നു. കോൾ വിളിക്കുന്നത് അവനൊരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അവളായിരുന്നു കേട്ടോ. അവൾ വിളിച്ചിട്ട്, അയ്യോ നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് വരാവോ, ഞാനൊക്കെ പേടിച്ചിരിക്കുക, ഇവിടെ വീട്ടിലേക്ക് ആരോ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ട് അവളെന്ത് പേടിച്ചിട്ട് ഇവനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഉടനെ നമ്മുടെ റുവാനോട്, ഒരു കാര്യം ചെയ്യും, ഞാൻ
എനിക്കൊരു അർജൻറ്റ് കാര്യമുണ്ട്, അവിടേക്ക് പോയിട്ട് പെട്ടെന്ന് വരാം, നീ എന്നെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് പറയുമ്പോൾ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, ഡിവോഴ്സ് പേപ്പർ ഞാൻ ഇവിടെ വെച്ചിട്ട് പോകും, നിനക്ക് സമയം കിട്ടുമ്പോൾ സൈൻ ചെയ്തിട്ട് തിരിച്ചയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. ഇതുപോലെ മാറുമെന്നുള്ളത് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റുവാൻ അവിടെ നിൽക്കുന്ന സമയത്ത്, നീ ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ, 4 വർഷം നീ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. പണ്ട് ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്ന സമയത്ത് എപ്പോഴൊക്കെ ഇവർ ഒരുമിച്ചുള്ള സമയമോ കറക്റ്റായിട്ട് ആ പെൺകുട്ടി വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ബോയ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും. അത് സ്ഥിരം പരിപാടിയായിരുന്നു കേട്ടോ. ബോയും അങ്ങനെ തന്നെയാണ്. അവൾ വിളിച്ച വടെ റുവാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അവളുടെ കൂടെ അങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ബോയുടെ കൂടെ ഈ പെൺകുട്ടിയാണെങ്കിൽ നേരെ റുവാൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന റുവാൻ്റെ മുത്തശ്ശിയാണെങ്കിൽ, ബോ നിൻ്റെ കൂടെ ഈ പെൺകുട്ടി ആരാ, നിനക്ക് വേറെ അഫെയർ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ, വേറെ അഫെയറോ, ഞങ്ങൾ ഇതിനു മുന്നേ സ്നേഹിച്ചവരാണ്, നിങ്ങളുടെ മകളാ പണം പറഞ്ഞിട്ട് ഇവനെ തട്ടിയെടുക്കാനായിട്ട് വന്നത്, അതുകൊണ്ട് വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്തത് പറയില്ലെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയാണെങ്കിൽ റുവാൻ്റെ മുത്തശ്ശിയോട് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കുറച്ചെങ്കിലും സ്നേഹം എൻ്റെ മനസ്സിൽ നിന്നോട് എനിക്കുണ്ടായിരുന്നു, ഇപ്പോൾ അതും പോയി, എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. നേരെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി, നീ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ, ആ ഞാൻ ഓക്കെയാണ്, ഇവിടെ ആരാ വന്നെന്നാ നീ പറഞ്ഞത്, അത് ഇവിടെ അല്ല കേട്ടോ, തൊട്ടടുത്ത വീട്ടിലാണ്, ഞാൻ എൻ്റെ മിസ്റ്റേക്കാന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഓക്കെ, ഞാനെന്നാൽ വീട്ടിലേക്ക് പോട്ടെന്ന് ചോദിക്കുമ്പോൾ, ആ നിൽക്ക്, അത് എൻ്റെ അസിസ്റ്റൻ്റ് ഇപ്പോൾ ലീവിലാണ്, എനിക്ക് വീട്ടിലെന്തോ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പേടിയാവുന്നു, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ, അയ്യോ സോറി, നിൻ്റെ വൈഫിനത് ഇഷ്ടപ്പെടത്തില്ലല്ലേ. അന്നേരം ബോയ് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ബോയ്ക്ക് എന്തോ അപകടം പറ്റിയിട്ട് കിടന്ന സമയത്ത് ഈ പെൺകുട്ടിയായിരുന്നു അവനെ രക്ഷിച്ചുകൊണ്ട് ഹോസ്പിറ്റലാക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് ബോയ് ഇവൾക്ക് കൊടുത്തൊരു വാക്കായിരുന്നു, നിൻ്റെ ലൈഫിൽ എന്തൊരു പ്രോബ്ലം വന്നാലും നിൻ്റെ കൂടെ ഞാൻ നിൽക്കുമെന്നുള്ളത്. അത് പാലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവളെപ്പോൾ ഫോൺ വിളിച്ചിരുന്നാലും ഇവളുടെ അടുത്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോൾ ബോയ്ക്ക് തിരിച്ചൊന്നും പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിന്ന് വീട്ടിലേക്ക് വന്നോ, നാളെ എനിക്ക് ഡോക്ടറിനെ കാണാനായിട്ട് പോകണം, നീയും ഓക്കെ അല്ലെന്നല്ലേ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കാണാം, അവരാണെങ്കിൽ ഈ ട്രഡീഷണൽ മെഡിസിൻസിൻ്റെ ഒക്കെ ആളാണ്, നമുക്കൊന്നിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ കൂട്ടിയിട്ട് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ റുവാനാണെങ്കിൽ ഒരു ഫോട്ടോ നോക്കിയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആ ബോ ഫാമിലിയോട് മാത്രമല്ല വെറുപ്പും ദേഷ്യമുള്ളത്, റുവാൻ ഫാമിലിയോട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. റുവാൻ കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്ത് അവളുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ അച്ഛനാണെങ്കിൽ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അവൾക്കൊരു സ്റ്റെപ്പ് മദറിനെ ഒരു സ്റ്റെപ്പ് ബ്രദറും ഉണ്ടായിരുന്നു കേട്ടോ. അവരാണെങ്കിൽ റുവാനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ സ്റ്റെപ്പ് ബ്രദർ ആണെങ്കിൽ നേരെ റുവാൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നീ സ്കൂളിൽ എന്നെക്കാട്ടിൽ ഒരുപാട് മാർക്ക് മേടിക്കുമല്ലേ, അതൊക്കെ എന്തിനാ നീ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, അച്ഛൻ വന്നിട്ട് എന്നെ ഒരുപാട് വഴക്ക് പറയാനും തല്ലാനും വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് ഇനി എൻ്റെ മോള് അത്ര അധികം മാർക്കൊന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കട്ടിലേക്ക് പിടിച്ച് കിടത്തിയിട്ട് അവളോട് മോശമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുവരുന്ന ഈ സ്റ്റെപ്പ് മദർ ആണെങ്കിൽ റുവാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട്, നിൻ്റെ അനിയനാ ഇത്, അത് ഓർത്ത് വേണം ജീവിക്കാനായിട്ട്, പെൺകുട്ടികളായ വീട്ടിൽ കുറച്ച് നന്നായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് നടക്കണം, അല്ലെങ്കിൽ ആമ്പിളർക്ക് ഇങ്ങനെ പലതും തോന്നുന്നു പറഞ്ഞിട്ട് അവരുടെ മകനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. റുവാൻ ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇയാൾ ഇവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുന്നുണ്ട്, എടാ നീ എന്തിനാ അവളോട് അങ്ങനെ കാണിച്ചത്, നിൻ്റെ അച്ഛനെങ്ങാനും പറഞ്ഞാൽ നിന്നെ വെറുതെ വെച്ചേക്കത്തില്ലാന്ന് പറഞ്ഞിട്ട് അവനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റുവാൻ ചെറുപ്പത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരോട് ദേഷ്യമുണ്ട്, അപ്പോൾ ഫാമിലിയോട് ദേഷ്യമുണ്ടായിരുന്നു. പിറ്റേ ദിവസം ബോയും അവൻ്റെ കാമുകിയും നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടെ റുവാൻ നിൽക്കുന്നത് കാണുന്നുണ്ട്. നേരെ ബോ അവളുടെ അടുത്തേക്ക് പോയിട്ട്, എന്ത് പറ്റി നീ ഹോസ്പിറ്റലിൽ വന്നത്, നിനക്കെന്താ വയ്യ, പനിയാണെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ടെന്നുള്ളത് നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ദയവ് ഇത് നീ എന്നോടൊന്ന് സംസാരിക്കരുത്, നിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും നിനക്ക് അന്വേഷിക്കാനും അവളുണ്ടല്ലോ, അവളുടെ പുറകെ മാത്രം നീ നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഡോക്ടറിനെ കാണാനുള്ള ക്യൂവിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ. ഹീറോയ്ക്ക് പിന്നെ അവിടെ നിൽക്കാനായിട്ട് തോന്നാതെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളോട് പോയി ചോദിക്കുന്നുണ്ട്, അതെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാശ് തരാം, ഞങ്ങൾ ഇവിടെ നിർത്തുമെന്ന് ചോദിക്കുമ്പോൾ, കാശ് നിൻ്റെ വേറെ ആർക്കെങ്കിലും കൊടുക്ക്, ഈ ഡോക്ടറിനെ കാണാനായിട്ട് നമുക്കങ്ങനെ എപ്പോഴും പറ്റത്തില്ല, എത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്തിട്ടെന്ന് അറിയാമോ, ഇപ്പോൾ എനിക്ക് ഈ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്, അതുകൊണ്ട് മുമ്പ് ഏറ്റവും പുറകിൽ പോയി നിൽക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ബോ നേരെ ഏറ്റവും പുറകിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആരോടും ചോദിക്കാതെ റുവാനാണെങ്കിൽ നേരെ നടന്ന് ഫ്രണ്ടിൽ പോയിട്ട് ആ റൂമിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ബോയ്ക്കാകെ ദേഷ്യം വന്ന്, കൊള്ളാലോ ഇവളെന്താ ക്യൂലൊന്നൊക്കെ നേരെ ഞാൻ കയറി പോകുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ നിന്നൊരു നേഴ്സ് വന്ന് പറയുന്നുണ്ട്, നിങ്ങളപ്പോൾ ഡോക്ടർ ആരാന്ന് അറിയാതെയാണോ ഇവരെ കാണാനായിട്ട് വന്നത്, ഇവരാണ് നിങ്ങൾ കാണാൻ വന്ന ഡോക്ടർ എന്ന് പറയുമ്പോൾ ബോയും ഈ പെൺകുട്ടിയും ആകെ വായും വിളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന സ്ത്രീകളെല്ലാവരും പറയുന്നുണ്ട്, അപ്പോൾ ഡോക്ടറിനെ അറിയാതെയാണല്ലേ ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ ചോദിച്ചത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഡോക്ടർ ഉള്ളത്, നിങ്ങൾക്ക് ഒരുപാട് കാശുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവന് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവളിപ്പോൾ ഒരു ഡോക്ടറാണെന്നുള്ള കാര്യം. അന്നേരം അവനിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, അപ്പോൾ ഈ മാസത്തിൽ കുറച്ച് ദിവസം മുഴുവനും ഇവൾ എവിടേക്കോ പോകുന്നത് ഈ ഹോസ്പിറ്റലിൽ വരാനായിരുന്നു അല്ലേ,
ഞാനൊരു മണ്ടന, അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ അന്വേഷിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് നിൽക്കുന്ന ഈ പെൺകുട്ടിയും പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായല്ലോ അവളുടെ സ്വഭാവം എന്താണെന്നുള്ളത്. ഇത്രയും വർഷം കൂടെ ജീവിച്ചിട്ടും അവളൊരു ഡോക്ടറാണെന്നും ഇതുപോലെ അവൾ ഈ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടെന്നുള്ള കാര്യം നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നതോ? ഇല്ലല്ലോ, അതാ ഞാൻ പറയുന്നത്. അവളെപ്പോലൊരു കള്ളി ഈ ലോകത്ത് വേറില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും റുവാനോട് ഇത് ചോദിക്കാതെ വേറെ സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ പോയിട്ട്, നീ ഇതെന്താ എന്നോട് പറയാതിരുന്നത്? നീ ഒരു ഡോക്ടറാണെന്നുള്ള കാര്യം ഇത്ര നാളും എൻ്റെ മുന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുമായിരുന്നല്ലോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ 4 വർഷത്തിനിടയിൽ നീ എന്നോർത്ത് എപ്പോഴെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യങ്ങൾ എന്നെ അന്വേഷിക്കാനായിട്ട് വന്നിട്ടുണ്ടോ? പിന്നെ ഈ ഡിവോഴ്സ് ആയതിനു ശേഷം എൻ്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ നിനക്ക് എന്തിനാന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ദയവ് നീ ഇടപെടരുത്, അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് റുവാൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോഴും റുവാൻ്റെ ഈ സ്റ്റെപ്പ് ബ്രദർ ആണെങ്കിൽ ഒരു ധൂർത്തുപുത്രനെ പോലെയായിരുന്നു കേട്ടോ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവനൊരുപാട് തല്ലിപ്പൊളികളായ കൂട്ടുകെട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ടൊക്കെ ഇങ്ങനെ ചീട്ട് കണ്ടോ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തി ഡിവോഴ്സായ കാര്യം നീ അറിഞ്ഞായിരുന്നോ? ഡിവോഴ്സായിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. നീ അതൊന്നും അറിയാൻ നടന്നോ? എന്തായാലും ചെറുപ്പത്തിലെ അവളുടെ മേൽ നിനക്കൊരു കണ്ണുണ്ടായിരുന്നതല്ലേ, ഇപ്പം നീ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവളെ സെറ്റാക്കി എടുക്കാനായിട്ട് നിനക്ക് പറ്റുമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് അവളെ പോയൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഈ ചെക്കൻ നേരെ റുവാനെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്തു പറ്റി മോളെ, ഡിവോഴ്സായ കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നത്? എല്ലാ വിഷമങ്ങളും ഇങ്ങനെ ഉള്ളിലൊതുക്കി നടക്കേണ്ട ആവശ്യമില്ല. നിനക്കും ഇതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ളതല്ലേ. ഇപ്പോൾ നീ ഒറ്റയ്ക്കായല്ലേ, നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ചെയ്തതിനൊക്കെയും എൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇനി നിൻ്റെ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേട്ടൻ നന്നായിട്ട് നോക്കുമെന്ന് പറയുമ്പോൾ റുവാനാണെങ്കിലൊക്കെ ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും അവളോട് വളരെ മോശമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ വരുന്നുണ്ടായിരുന്നു. ദേ നോക്കിയേ, ഈ 4 കൊല്ലവും അവൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടും. അതുകൊണ്ട് മോനെ ഇനി ഈ വഴിക്കെങ്ങാനും കണ്ട ജീവനോടെ വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഓടിച്ചു വിടുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ റുവാൻ ചോദിക്കുന്നുണ്ട്, ഇതെന്തു പറ്റി? ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞതിന് ശേഷം നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ എന്ന് പറയുമ്പോൾ, അതുകൊണ്ടല്ല, നീ ഇപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണല്ലോ. എൻ്റെ ഭാര്യയുടെ ദേഹത്ത് ആര് കൈവച്ചിരുന്നാലും അത് ചോദിക്കേണ്ട അവകാശം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവനെയും ഞാൻ വിരട്ടി വിട്ടതെന്ന് പറയുമ്പോൾ, ഇതെന്താ നീ മുന്നേ ഇങ്ങനെയൊന്നും കാണിക്കാതിരുന്നത്? ആ 4 കൊല്ലം നിൻ്റെ വീട്ടിൽ താമസിച്ച സമയത്ത് എൻ്റെ മേൽ ആരൊക്കെ കൈവച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും ഇതുപോലെ ഒന്നും പ്രതികരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അതേപ്പറ്റി സംസാരിക്കാനൊന്നും എനിക്ക് താല്പര്യവുമില്ല. എത്രയും പെട്ടെന്ന് ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. റുവാൻ്റെ കമ്പനി എന്ന് പറയുന്നത് ഒരു കുങ്ഫു കമ്പനിയായിരുന്നു കേട്ടോ. റുവാനാണ് ആ കമ്പനിയുടെ CEO ആണെന്നുള്ള കാര്യം ആ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന എംപ്ലോയീസിന് പോലും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ റുവാൻ ആ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ എംപ്ലോയീസിനെ എല്ലാവരും കാണുന്നുണ്ട്, അവരോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും വരണമെന്ന് പറഞ്ഞിട്ട് കോൺഫറൻസ് കോളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഒരാളോട് പറയുന്നുണ്ട്, ഇതാരാ ഇത്? ഇതിനു മുന്നേ ഇവർ ഈ കമ്പനിയിൽ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ, ഇതാണ് നമ്മുടെ CEO. അവർ ഈ കുങ്ഫു കമ്പനിയുടെ CEO മാത്രമല്ല, ഒരു ഡോക്ടർ കൂടെയാണ്. ഒരു ഹോസ്പിറ്റലിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന കമ്പനിയാണല്ലോ നമ്മുടെ ഹീറോയിൻ്റെ കമ്പനി എന്നുള്ളത്. ആ കമ്പനിയുമായിട്ട് ബിസിനസ് ഡീലിന് വേണ്ടിയിട്ട് ഒരുപാട് കമ്പനിക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവളിപ്പോൾ ആരാണെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ റുവാനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവൻ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇവൾ 16-ാമത്തെ വയസ്സിൽ തന്നെ എൻട്രൻസിന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച പെൺകുട്ടിയായിരുന്നു. അതുമാത്രമല്ല ഒരുപാട് സർട്ടിഫിക്കറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇവൾ ഈ ട്രഡീഷണൽ മെഡിസിൻസിന് വേണ്ടിയിട്ട് ഒരു മാസ്റ്ററിൻ്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമല്ലാതെ വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ബോയ്ക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബോയുടെ അസിസ്റ്റൻ്റ് വന്ന് പറയുന്നുണ്ട്, അതെ, ഹുവ ഗ്രൂപ്പിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് പോകണമെന്ന് പറയുമ്പോൾ, എനിക്കതിനൊന്നും പറ്റത്തില്ല, നീ ഒരു കാര്യം ചെയ്യും, നീയും ഇവിടെയുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പോകാം, പക്ഷേ ആ കുംഫു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയുമായിട്ട് കുറേ മാസങ്ങൾ കൊണ്ട് നമ്മളൊരു ബിസിനസ് ഡീൽ വേണമെന്ന് പറഞ്ഞിരിക്കുമല്ലേ, അവിടുത്തെ കമ്പനിയുടെ CEOയും ആ പാർട്ടിയിൽ വരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് പറ്റുമെന്ന് പറയുമ്പോൾ ഹീറോയും വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവനെപ്പോഴും നമ്മുടെ റുവാൻ ആരാണെന്നുള്ള സംശയത്തിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് ബോയുടെ ആ കാമുകിയില്ലേ, അവളുടെ പേര് ചിന്നാണ് കേട്ടോ, അവൾ വരുന്നുണ്ടായിരുന്നു. അവൾ വന്നിട്ട്, എനിക്ക് ബോറടിക്കുന്നു നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓഫീസിലോ എൻ്റെ ക്യാബിനിലേക്കോ വരരുതെന്ന്, പിന്നെ നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ, സോറി ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല, പക്ഷേ വീട്ടിലിരുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു, നിൻ്റെ ഒപ്പം ഞാനും കൂടെ ആ ഹുവ ഫാമിലിയിലെ പാർട്ടിയിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവളവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നേരെ റുവാനെ വിളിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്ന് ഈവനിങ്
ഫുവ ഗ്രൂപ്പിൻ്റെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നീ എൻ്റെ ഒപ്പം വരണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ രണ്ടുപേരും പിരിയാനായിട്ട് നിൽക്കുന്ന കപ്പിൾസാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, നിൻ്റെ ഒപ്പം എവിടേക്കും വരാൻ എനിക്ക് താല്പര്യമില്ല എന്നും കൂടെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ വാശിപ്പുറത്താണെന്ന് തോന്നുന്നു. ഹീറോ ആണെങ്കിൽ ഈ ജിന്നിനെയും കൂട്ടിയിട്ട് ആ പാർട്ടിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവൻ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് പാപ്പരാസികളൊക്കെ വന്നിട്ട് ഇതെന്താ ബോർഡ് കൂടെ ഈ പെൺകുട്ടി നടക്കുന്നത്, ഇവർ തമ്മിൽ എങ്ങനെ അഫെയറിലാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് അടുത്ത കാറിലാണെങ്കിൽ നമ്മുടെ റുവാൻ ഒരു രാജകുമാരിയെ പോലെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവളെല്ലാവരും ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്ററിൻ്റെ കൈയും പിടിച്ചിട്ടായിരുന്നു ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ പൂക്കാകെ അത്ഭുതമായിരുന്നു കേട്ടോ. അത് മാത്രം ഉണ്ടായിരുന്നില്ല, ആ നിന്ന പാപ്പരാസികളൊക്കെ ആണെങ്കിൽ ഇതേതാ ഈ പെൺകുട്ടി, ഇനി ഇതിൽ സെലിബ്രിറ്റി ആയിരിക്കുമോ, എന്ത് ഭംഗി ഇവരെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും റുവാൻ ആരെയും മൈൻഡ് ചെയ്ത നേരം ആ പാർട്ടിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതേസമയത്ത് ജിന്നാണെങ്കിൽ ബോയോട് വന്ന് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞില്ല ഇവള് കള്ളിയെന്നുള്ളത്, ഇപ്പോൾ കണ്ടോ, ഇവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ അടുത്ത് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇതുപോലെ എത്ര പയ്യന്മാർ ഇവളുടെ പുറകെ കാണുമെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ഇവളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബോക്കിയൊക്കെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നേരെ റുവാനോട് പോയിട്ട് ഇവൻ ആരാ, ഇവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ നീ എൻ്റെ അടുത്ത് നിന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇനി ഞാൻ എങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എത്രയോ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാൻ എവിടെ പോയിരുന്നാലും ആരെ കല്യാണം കഴിച്ചിരുന്നാലും അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ദേവി ഇത് മോൻ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്തേക്ക് അവിടെ ജിൻ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് മനഃപൂർവ്വം റുവാൻ്റെ കാലിൽ ഇങ്ങനെ തട്ടിയതുപോലെ കാണിച്ച് നേരെ ബോർഡ് ദേഹത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് റുവാനോട് പറയുന്നുണ്ട്, റുവാൻ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഞാനായിട്ട് നിൻ്റെ അടുത്ത് ഒരു പ്രശ്നത്തിനും വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ നീ ഇങ്ങനെ തള്ളിയിടാനായിട്ട് നോക്കിയെന്ന് പറയുമ്പോൾ ബോയ്ക്കാകെ ദേഷ്യം വന്നിട്ട് നീയും ഞാനും ഉള്ള പ്രശ്നത്തിൽ അത് നമ്മൾ തമ്മിൽ വേണം തീർക്കാനായിട്ട്, അല്ലാതെ അതിലേക്ക് വെറുതെ നീ ഇവളെ വലിച്ചിടരുതെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. റുവാനാണെങ്കിൽ ഇതിനപ്പുറം നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിക്കിടയിൽ റുവാൻ്റെ അടുത്തേക്ക് അസിസ്റ്റൻ്റ് വന്ന് പറയുന്നുണ്ട്, എന്തായി നിൻ്റെ തീരുമാനം, ആ ഫാമിലിയുമായിട്ട് എന്തെങ്കിലും കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്തായാലും ഇല്ല, ആ ഫാമിലിയായിട്ടും അവിടെയുള്ള ആൾക്കാരുമായിട്ടും ഒരു കോൺടാക്റ്റിന് ഞാനില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇതിനു മുന്നേ നീ ബിസിനസ് മാത്രമായിരിക്കണം, ഫാമിലി കാര്യങ്ങളൊന്നും അതിലേക്ക് വലിച്ചിടരുന്നല്ല നീ പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോൾ എന്തോ എനിക്കിപ്പം ഇങ്ങനെ പറയാൻ ആഗ്രഹം, എന്തായാലും നീ ഇത് അവരോട് പോയി പറയാനായിട്ടും പറയുന്നുണ്ടായിരുന്നു. ഈ അസിസ്റ്റൻ്റ് നേരെ പോയോട് പറയുന്നുണ്ട്, അതെ നിങ്ങൾ ഈ കുംഫു കമ്പനിയായിട്ട് എന്തെങ്കിലും കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിൽക്കുന്നത്, അതെന്തായാലും വേണ്ട കേട്ടോ, നിങ്ങളുടെ കമ്പനിയായിട്ട് ഒരു കോൺട്രാക്റ്റിനും താല്പര്യമില്ല എന്ന് സിഒ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഉടനെ ഇതൊക്കെ പറയാനായിട്ട് നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുംഫു കമ്പനിയുടെ മാനേജറാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബോയോട് പറയുന്നുണ്ട്, ഇങ്ങനെ അന്ധനായിട്ട് നടക്കാതെ വല്ലപ്പോഴും ഒന്ന് കണ്ണ് തുറന്ന് പുറത്തെന്താണ് നടക്കുന്നതെന്ന് കാണുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ബോയ്ക്കാണെങ്കിൽ എന്തോ നടന്ന കാര്യത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവൻ CCTV ക്യാമറ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അതിൽ കാണുമ്പോൾ വ്യക്തമായിട്ടും ജിൻ അങ്ങോട്ട് പോയിട്ട് റുവാൻ്റെ കാലിൽ തട്ടിയത് കാണുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ റുവാനെ ഞാൻ വേണ്ടാതെ ചീത്ത പറഞ്ഞല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവന് വിഷമം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ റുവാനോട് പോയി സോറി പറയുന്നുണ്ട്. അവളത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവളെ പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് തിരികെ നടന്നു വരുന്ന സമയത്ത് പിന്നെയും ഇവളുടെ സ്റ്റെപ്പ് ബ്രദറിലെ അവനും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഹീറോയോട് മോശമായിട്ട് പെരുമാറാനായിട്ട് വരുന്നുണ്ടായിരുന്നു. നീ എന്തിനാ ഈ ചേട്ടനെ വിഷമിപ്പിക്കുന്നത്, നീ ഒറ്റയ്ക്കായെങ്കിൽ നീ വിഷമിക്കണ്ട, നിന്നെ നോക്കാനായിട്ട് ഞാനും നമ്മളെല്ലാവരും അല്ലേ, നിന്നെ പൊന്നുപോലെ നോക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിനൊക്കെ ദേഷ്യം വന്നിട്ട് അവൻ്റെ അസ്ഥാനത്തിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് നീ ഞങ്ങളുടെ ചേട്ടന് തല്ലുവല്ലേടി എന്ന് പറഞ്ഞിട്ട് അവളോട് തട്ടിക്കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ബോ വരുന്നുണ്ടായിരുന്നു. ബോയെ കാണുമ്പോൾ തന്നെ ഈ സ്റ്റെപ്പ് ബ്രദറില്ലേ അവനാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ ആ ഓടിപ്പോകുന്ന കാണുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ ചേട്ടൻ ഇങ്ങനെ ഓടിപ്പോയത്, അവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതിന് അവനെ കണ്ടപാടെ നിങ്ങളിതിനെ പേടിച്ചെന്ന് ചോദിക്കുമ്പോൾ പേടിച്ചെന്നോ അതിനെ ഉറപ്പിക്കരുത്, നമുക്ക് അതിനൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു പെൺകുട്ടി നടന്നു വരുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഈ ചെക്കൻ പറയുന്നുണ്ട്, അവളെയും കൂടെ കൂട്ടിക്കോ, നമുക്ക് മദ്യപിക്കാനായിട്ട് കമ്പനി ഇല്ലാതിരുന്ന് വിഷമിക്കുമായിരുന്നില്ലേ, എന്തായാലും ഇവളെ എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്കിന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ പെൺകുട്ടി ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവിടേക്ക് നമ്മുടെ റുവാൻ വന്നിട്ട് അവളുടെ ആൾക്കാരെല്ലാം വിട്ടിട്ട് ഇവളുടെ ഈ സഹോദരനെയും ആ ബാക്കിയുള്ള കൂട്ടുകാരന്മാരെ എല്ലാവരും ഭയങ്കരമായിട്ട് അടിയടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതേ ടൈമിൽ ഈ സഹോദരൻ ചെക്കനാണെങ്കിൽ നേരെ പോയിട്ട് ഒരു ഡസ്റ്റ്ബിനിൽ കയറി ഒളിക്കുന്ന സമയം അവിടേക്ക് ഒരു കാർ വന്ന് ഇവൻ ഇടിക്കുന്നുമുണ്ട്, അവൻ ആക്സിഡൻറ്റ് പറ്റുന്നുമുണ്ട്. ഇവിടെ ബോർഡ് എടുത്ത് ഇക്കാര്യമെല്ലാം അസിസ്റ്റൻ്റ് വന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അനിയൻ ചെക്കൻ എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്,
ഇപ്പം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ അവൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. 2 കാലൊടിഞ്ഞു. അതുകൊണ്ട് കുറച്ച് ദിവസം വീൽ ചെയറിൽ തന്നെ പോകണമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ. ഇത് കേൾക്കുമ്പോൾ ഇവൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവൻ അതോടൊപ്പം പറയുന്നുണ്ട്, അമ്മേ ഇതിനൊക്കെ കാരണം ആ റുഹാന. അവളാണ് എൻ്റെ പുറകെ നടന്ന് അങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ അവളെ എങ്ങനെയാണോ കഷ്ടപ്പെടുത്തിയത് അതിനൊക്കെ പ്രതികാരം ചെയ്യാൻ അവളിങ്ങനെ എൻ്റെ പുറകെ നടക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കി അവളെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മ പറയുന്നുണ്ട്. അതേസമയം ഇവൻ്റെ അമ്മയുടെ ഫോണിലേക്ക് പോലീസ് വിളിച്ചിട്ട് നിങ്ങളുടെ മകനെ റേപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വരാനായിട്ടും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഈ ചെക്കൻ, അയ്യോ സാർ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, മാത്രമല്ല എനിക്കിങ്ങനെ നടക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അത് സാരമില്ല, ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാമെന്നും കൂടെ പറയുമ്പോൾ ഇവനും ഇവൻ്റെ അമ്മയ്ക്കും ആണെങ്കിൽ റുവാനുള്ള ദേഷ്യം കൂടി വരുന്നുണ്ടായിരുന്നു. അവളങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടേക്ക് ബോ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര ദേഷ്യം കാണിച്ച് എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ദേ നോക്കിയേ, റുവാൻ്റെ മേലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ണുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കുന്നത് നല്ലത്. നിങ്ങളുടെ മകൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടല്ലോ, അതേപോലെ ആയിരിക്കും നാളെ നിങ്ങളുടെ അവസ്ഥയും കൂടെ പറയുമ്പോൾ. നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആകാൻ പോവുകയാണെന്നാണല്ലോ ഞാൻ കേട്ടത്. പിന്നെ എന്ത് പറ്റി പെട്ടെന്ന് റുവാനോടൊരു സ്നേഹം വരാനായിട്ട്? അത് ഞങ്ങൾ തമ്മിൽ 100 പ്രശ്നങ്ങൾ കാണും. അതൊന്നും നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഓർമ്മ വെച്ചോളൂന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട ഇവൻ്റെ അമ്മയാണെങ്കിൽ, അതായത് നമ്മുടെ റുവാൻ്റെ സ്റ്റെപ്പ് മദർ ആണെങ്കിൽ നീ റുവാനെ വിളിച്ചിട്ട് ബോ നിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നീ വെറുതെ എൻ്റെ മകൻ്റെ മേലെ പ്രതികാരം ചെയ്യാനായിട്ട് നടക്കണ്ട കേട്ടോ. ചെറുപ്പത്തിലെ നീ എന്തൊക്കെയാണ് അനുഭവിച്ചെന്നുള്ളത് നീ മറന്നുപോയിട്ടില്ലല്ലോ. അത് തന്നെയായിരിക്കും നിനക്കിനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. എന്തായാലും അതിന് മുന്നേ ആയിട്ട് ഞാനൊന്ന് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ബോ ഇതിൻ്റെ പുറകിൽ എന്തോ നടക്കുന്നുണ്ടെന്നുള്ളത് ഹീറോയിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ അവളുടെ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അന്ന് ബോ ഫാമിലിയിലെ അവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ കമ്പനിയായിട്ട് എന്തോ ബിസിനസ് ഡീലിന് താല്പര്യം ഉണ്ടെന്നുള്ളത്, അതിന് നമ്മൾ ഓക്കെ ആണെന്ന് വിളിച്ച് പറയാനായിട്ട് പറയുമ്പോൾ ആ അസിസ്റ്റൻറ്റ് നേരെ അതുപോലെ അറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരുടെയും കമ്പനിക്കാർ തമ്മിൽ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നു. അതിൻ്റെ പേരിൽ തന്നെ എന്തോ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഏതോ ഒരു മൗണ്ടനിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ 2 കമ്പനിയിൽ നിന്നും ഓരോരുത്തരെ പറഞ്ഞു വിടണം. നമ്മുടെ ഹീറോയിൻ്റെ കമ്പനിയിൽ നിന്നും ഒരാൾ, ഹീറോയുടെ കമ്പനിയിൽ നിന്നും ഒരാൾ. ഹീറോയുടെ കമ്പനിയിൽ നിന്ന് വേറെ ഒരാളെ അവർ നിയമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹീറോയിൻ്റെ കമ്പനിയിൽ നിന്ന് വേറെ ആരെയും പറഞ്ഞു വിടണ്ടെന്നും താൻ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് റുവാൻ പറയുന്നുണ്ടായിരുന്നു. അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള പ്ലേസ് ആണ്, നീ ഒറ്റയ്ക്ക് പോയി ശരിയാകുമോ? അതൊന്നും സാരമില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അതുകൊണ്ട് എന്തായാലും ഞാൻ പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊരു മൗണ്ടൻ പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടേക്ക് റുവാനും നമ്മുടെ ഹീറോയുടെ കമ്പനിയിൽ നിന്ന് ഒരു പെൺകുട്ടിയും വരുന്നുണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ അവിടെ മാനേജ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഹീറോയുടെ കമ്പനിയിൽ നിന്ന് ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, നിന്നെ ആ കമ്പനിയുടെ ബോസ് പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ? എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇവരെന്തൊരു കഷ്ടമാണ്, അവർക്ക് തന്നെ വന്നാൽ പോരായിരുന്നോ? ഇവിടെയാണെങ്കിൽ ഒന്ന് റേഞ്ച് പോലുമില്ല, വീട്ടിലൊന്നും വിളിച്ചിട്ട് കൂടിയില്ല. എനിക്കിനി വയ്യ ഇതിനപ്പുറം നടക്കാനെന്ന് പറയുമ്പോൾ അവരുടെ കാലിൽ വലിയൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് 2 പേർക്കും ഈ രാത്രി ഈ കാട്ടിൽ വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റുവാൻ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും വരാതിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരാകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇതേ സമയം നല്ല മഴയും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ന്യൂസിൽ അവിടെ എങ്ങോട്ടോ വെള്ളപ്പൊക്കം വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണുമ്പോൾ ഈ റുവാൻ്റെ അസിസ്റ്റൻ്റില്ലേ അയാൾ നേരെ പോയി വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്, ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് റുവാനാണ് പോയെന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അവനാകെ പേടിച്ചിട്ട് നേരെ ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ മൗണ്ടനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് റുവാനെ അവൻ രക്ഷിച്ചിട്ട് അവളോട് പറയുന്നുണ്ട്, നീ ഓക്കെ ആണോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ഇവർ ചെറുപ്പത്തിൽ റുവാനും റുവാൻ്റെ ആ സ്റ്റെപ്പ് ബ്രദറും തമ്മിൽ ഭയങ്കര ശത്രുതയിലായിരുന്നല്ലോ. അങ്ങനെ ഒരു ദിവസം ഒരു സ്വിമ്മിംഗ് പൂളിൽ നീന്തലറിയാത്ത ഇവളെ ഇവൻ പിടിച്ച് തള്ളിയിടുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ശ്വാസം വിട്ടിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ബോ വന്ന് അവളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അന്ന് ആ വെഡിങ് ഡ്രസ്സ് ഇട്ടിട്ടിരുന്ന സമയത്ത് ഇവളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ ഈ റുവാന് ബോയോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ബോയ്ക്ക് അറിയത്തേ ഇട്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവൻ ഇവളെ രക്ഷിച്ച കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് നേരെ ആരോ ചേർന്നിട്ട് ജിന്നിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഇവൾക്ക് ആകെ ദേഷ്യം വന്നിട്ട്, ബോയെ എൻ്റെ ഭാഗത്തുനിന്ന് തട്ടിയെടുക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ബോ എനിക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം കുംഫു കമ്പനിയിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഹീറോയുടെ കമ്പനിയിൽ നിന്ന് ഹീറോയും അസിസ്റ്റൻറ്റും വരുന്നുണ്ട്. അങ്ങനെ അവർ മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് ഹീറോയുടെ മനസ്സിൽ ഇതുവരെയും റുവാൻ അവിടുത്തെ ഒരു എംപ്ലോയി മാത്രമാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കമ്പനി CEO എന്നുള്ള കാര്യം ഇവന് അറിയത്തില്ലായിരുന്നു. അവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഈ റുവാൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, നമ്മുടെ കമ്പനിയുടെ CEO നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇതാണ് റുവാൻ എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയുടെ തലയിൽ ഒരു ഇട്ടി വീണ ഒരു അവസ്ഥയായിരുന്നു. അവനാകെ അത്ഭുതം കൊണ്ട് അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. കുറേ സമയം കഴിയുമ്പോഴത്തേക്കും അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, അതെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ ഇനിയെങ്കിലും അവളുടെ മേലിൽ നിന്ന് കണ്ണെടുക്കാനായിട്ട് പറയുമ്പോൾ അവൻ അപ്പോഴും എടുക്കുന്നുണ്ടായിരുന്നില്ല. അത്ഭുതം കൊണ്ട് ഇവളെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു.
അന്നേ ദിവസം എന്തായാലും ബോ പിന്നെ റുവാനോട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അക്കാര്യം മുത്തശ്ശനോടെങ്കിലും ഒന്ന് പറയാമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശൻ ഒരുപാട് സങ്കടം പറയുന്നുണ്ടായിരുന്നു. റുവാനെ കണ്ടിട്ട് ഒരുപാട് നാളായി, എന്താ നീ അവളെ കൂട്ടിയിട്ട് ഇവിടെ വരാതിരുന്നത്? എനിക്ക് അവളെ കാണാനായിട്ട് കൊതിയാവണമെന്ന് പറയുമ്പോൾ, മുത്തശ്ശ നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു? ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയിൽ നിങ്ങൾ കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത്. നിങ്ങൾ എന്നോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാ റുവാനെ എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അതൊരിക്കലും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ മാറി നിന്നിട്ട് റുവാനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. നിന്നെ മുത്തശ്ശൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിനക്ക് എന്നോട് ശത്രുത ഉണ്ടാവാം, പക്ഷേ നീ ഇപ്പോൾ ഈ നിലയിൽ എത്താൻ കാരണം ആ അകത്തിരിക്കുന്ന മനുഷ്യനാണ്. നീ അയാളെ കാണാനായിട്ട് നാളെ വരണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളവിടെ നിൽക്കുന്ന സമയത്ത് അവളെ വീട്ടിലേക്ക് ജിൻ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട്, കൊള്ളാലോ, നല്ല വീടാണല്ലോ, ഈ വീടൊക്കെ വാങ്ങിച്ച പൈസ നമ്മുടെ ബോർഡായിരിക്കും അല്ലേ? അതൊക്കെ എനിക്കറിയാം, എനിക്ക് അവനും ഒരുപാട് കാശ് തന്നിട്ടുണ്ട്. എന്തായാലും നിന്നെക്കാട്ടിലും വലുതാണല്ലോ ഞാൻ അവനെന്ന് പറയുമ്പോൾ, ഇതൊന്നും ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നീ വെറുതെ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ വെറുതെ വന്നതെന്ന് പറഞ്ഞിട്ട് ഇവള് പിന്നെയും ഇവളും ബോയും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റുവാനോട് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് പുറത്ത് 2 ഗുണ്ടകൾ വന്നിട്ട് ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും പറഞ്ഞു വിട്ടത് നമ്മുടെ റുവാൻ്റെ സ്റ്റെപ്പ് മദർ ആയിരുന്നു കേട്ടോ. അവരാണെങ്കിൽ റുവാനെ തട്ടിക്കൊണ്ട് വരാനായിട്ടായിരുന്നു 2 ഗുണ്ടകളെയും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ഇതിലാരാണ് റുവാൻ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഇവരുടെ കൺഫ്യൂഷൻ കാരണം ഇവർ രണ്ടുപേരും ഇവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. റുവാൻ വാടച്ച് മിണ്ടാതാണ് ഇരിക്കുന്നെങ്കിലും ജിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ആരെ എന്നെ ഒന്ന് ഇറക്കി വിട്, ഞാൻ ആരാ നിങ്ങൾക്ക് അറിയത്തില്ല, എൻ്റെ ഫാമിലി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്ന സമയത്ത്, അതെ ഇതിലാരാണ് റുവാൻ എന്ന് ചോദിക്കുമ്പോൾ, ഇവളാണ് റുവാൻ, നിങ്ങൾ ഇവളെ അന്വേഷിച്ചാണ് വന്നത്, എങ്കിൽ പിന്നെ എന്നെ ഇറക്കി വിടാനായിട്ട് പറയുമ്പോൾ, അതൊന്നും പറ്റത്തില്ല, വാടച്ച് മിണ്ടാതിരുന്നോ, ഞങ്ങളുടെ മാഡം പറഞ്ഞതുപോലെ നിങ്ങളെ ഞാൻ അവിടെ കൊണ്ടുപോകുന്നതായിരിക്കും, മാഡം പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവരെ വേറൊരു സ്ഥലത്തേക്ക് കെട്ടിയിട്ടേക്കുമായിരുന്നു. എന്നിട്ട് റുവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഗുണ്ടകൾ കത്തിയെടുക്കുന്ന സമയത്ത് അവിടേക്ക് ഹീറോ വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട്, ഇത് നോക്കി വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്, നിങ്ങളുടെ ആവശ്യം എന്താണ് ഞാൻ അതുപോലെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ ഗുണ്ടകളാണെങ്കിൽ റുവാൻ്റെ സ്റ്റെപ്പ് മദറിനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ അവർ പറയുന്നുണ്ട്, ഞാനിവർ ആരെങ്കിലും വെറുതെ വിടാം, പക്ഷേ നിനക്കൊരു ചാൻസ് തരാം, നിനക്കിതിൽ 2 പേരിലും ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാം, അവരെ നിനക്ക് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ, ബോയ് ഒരു കാലത്ത് രക്ഷിച്ചത് ജിന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ബോ ചൂസ് ചെയ്യുന്നത് ജിന്നിനെ ആയിരുന്നു കേട്ടോ. ഇത് കേൾക്കുമ്പോൾ റുവാന് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ ആയിരുന്നിരുന്നാലും അവൾ അവനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അറിയായിരുന്നു തന്നെ ഒരിക്കലും അവൻ ചൂസ് ചെയ്യത്തില്ല എന്ന്. അവളിങ്ങനെ പറയുന്നുണ്ട്, എനിക്കറിയാം, കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയും നീ എന്നെ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ തന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളത്. സാരമില്ല, ഇതൊക്കെ ഞാൻ അനുഭവിച്ചതുകൊണ്ടായിരിക്കാം ഇതും എനിക്കിങ്ങനെ കുഴപ്പമില്ലാതെ പോയെന്ന് പറഞ്ഞിട്ട് അവൾ വിഷമത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബോയ്ക്ക് വേറൊരു വഴിയില്ലായിരുന്നു. ചിന്നിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്തും അവൻ്റെ മനസ്സ് മുഴുവൻ നീറുന്നുണ്ടായിരുന്നു, അവൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചിട്ട്. പക്ഷേ റുവാനാണെങ്കിൽ വെറുതെ ഇരിക്കുമോ, അവൾ ഒറ്റയ്ക്ക് നിന്ന് ഈ ഗുണ്ടകളോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം അവിടേക്ക് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അതായത് അസിസ്റ്റൻറ്റും നമ്മുടെ റുവാൻ്റെ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും. അസിസ്റ്റൻറ്റ് വന്നിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, നീ ഇനി ഒരിക്കലും റുവാൻ്റെ പുറകെ വരരുത്, നിനക്ക് ആരെയാണോ ആവശ്യം അവരെ നീ ചൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി അവരുടെ കാര്യം നോക്കിയിട്ട് നീ മര്യാദയ്ക്ക് പൊക്കോണം, മേലിൽ നീ അവളുടെ കൺവെട്ടത്ത് പോലും വരരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്ന് അടിപിടി കേസിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഹീറോയിന് ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അസിസ്റ്റൻറ്റും കൂടെ ഉണ്ടായിരുന്നു. നീ എപ്പോഴും ഇങ്ങനെ കിടക്കരുത്, കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുക, ഇതൊക്കെ ഒന്ന് ഭേദമായിട്ട് വേണം നിൻ്റെ സ്റ്റെപ്പ് മദറിൻ്റെ ബാക്കിയുള്ള കളികളൊക്കെ നമുക്ക് നോക്കാനായിട്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് അന്വേഷിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ, എന്നാലും നീയും കൂടെ വന്നിട്ട് വേണം നമുക്ക് ബാക്കി ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്താൻ. നീ ഒന്ന് എണീറ്റിരുന്നേ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതേ ഹോസ്പിറ്റലിൽ തന്നെ ഈ ജിന്നും അഡ്മിറ്റായിരുന്നു. അന്നത്തെ അതിനുശേഷം അവൾ ബോധം കെട്ട് വീണിട്ട് ബോ നേരെ ഈ ഹോസ്പിറ്റലായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ അവളുടെ കാര്യം ഡോക്ടറിനോട് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഷോക്ക് കാരണം തലകറങ്ങി വീണതാണ്, അവൾ ഓക്കെ ആണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവന് റുവാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നിട്ട് അവൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് റൂം നമ്പറും കൂടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ബോ ആണെങ്കിൽ റുവാനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ബൊക്കെയൊക്കെ ആയിട്ട് നേരെ അവളുടെ റൂമിലേക്ക് പോകുന്ന സമയത്ത് അസിസ്റ്റൻറ്റ് അവനകത്തേക്ക് കയറ്റിവിടുന്നുണ്ടായിരുന്നില്ല. നീ നോക്കിയേ, ഞാൻ അവിടെ വെച്ച് നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, ഒരിക്കലും നീ അവളെ കാണാനായിട്ട് വരരുതെന്ന്. നിനക്ക് ആവശ്യമുള്ള പെൺകുട്ടി ആരാണോ അവളെ നീ ചൂസ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് അവളെ കാണാനായിട്ടുള്ള ഒരു അവകാശം നിനക്കില്ലാന്ന് പറയുമ്പോൾ, അത് പറയാനായിട്ട് നീ ആരാ, ഞാൻ അവളുടെ ഭർത്താവാണ്, എനിക്കില്ലാത്ത അവകാശം എന്തായാലും നിനക്കില്ലാന്ന് പറയുമ്പോൾ അസിസ്റ്റൻറ്റിന് പിന്നെ ഒന്നും പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അന്നേ ദിവസം റുവാനെ കാണാനായിട്ട് അവനും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും തമ്മിൽ ഡിവോഴ്സ് ആകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തതിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് പുറത്തേക്ക് നടന്നു വരുന്ന സമയത്ത് റുവാൻ്റെ മേലേക്ക് ഒരു വണ്ടി വന്നിരിക്കാനായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് പോയി ഇത് കണ്ടിട്ട് അവളെ പിടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. എന്തിനാണ് നീ എന്നെ പിടിച്ച് മാറ്റിയത്, ഇതൊന്നും പതിവുള്ള കാര്യമില്ലെന്ന് പറയുമ്പോൾ, അല്ല നിൻ്റെ മേലേക്ക് വണ്ടി ഇടിക്കാൻ വന്നുകൊണ്ടാണ് ഞാൻ പിടിച്ച് മാറ്റിയത്, ദേ നോക്കിയേ, മതി നിൻ്റെ അഭിനയം, നീ എത്ര നല്ലവനാകാൻ ശ്രമിച്ചിരുന്നാലും നിൻ്റെ ഉള്ളിലുള്ള കള്ളത്തരം എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഇനി എൻ്റെ മുമ്പിൽ നിനക്ക് അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഇനി എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ദേഹത്ത് തൊടാനോ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനോ നീ വരരുതെന്നും കൂടെ പറഞ്ഞിട്ട്
അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വിഷമത്തിൽ ബോ ഓഫീസിൽ വന്നിരിക്കുന്ന സമയത്ത് അവിടേക്ക് ജിൻ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് നീ വിഷമത്തിലായിരിക്കും എന്ന് എനിക്കറിയാം, എന്തായാലും ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിൻ്റെ ഡിവോഴ്സ് നടന്നല്ലോ, ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് മുമ്പിൽ ആരും തടയിടാനായിട്ട് വരത്തില്ല എന്ന് പറയുമ്പോൾ ബോ പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ നിന്നോട് ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിന്നെ ഞാൻ എൻ്റെ സഹോദരിയെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജിൻ സോറി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഈ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ജിൻ നേരെ ഹീറോയിൻ്റെ സ്റ്റെപ്പ് മദറിനെ കോൾ ചെയ്തിട്ട് എനിക്ക് നിങ്ങളൊന്ന് കാണുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ സ്റ്റെപ്പ് മദർ ചോദിക്കുന്നുണ്ട്, സോറി കേട്ടോ, അന്ന് ഞാൻ അയച്ച പിള്ളേർക്ക് ആളെ മാറി പോയിട്ടാണ് നിന്നെ കൂടെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നത്. ഞാനതിൽ എങ്ങനെ സോറി പറയണമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അത് സാരമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും പരിചയപ്പെടാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായത്. എന്തായാലും ഞാനൊരു ഹെൽപ്പ് ചോദിച്ചിട്ടാണ് ഇവിടെ വന്നത്. നിങ്ങളുടെ ആവശ്യവും റുവാൻ്റെ പതനമാണല്ലോ, എൻ്റെ ആവശ്യവും ഏറെക്കുറെ അതൊക്കെ തന്നെയാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ റുവാൻ്റെ കമ്പനിയിൽ ഒരു ടാലൻറ്റ് ഷോ നടത്തുന്നുണ്ട്. അതിൽ പാർട്ട്നേഴ്സായിട്ട് ബോയുടെ കമ്പനിക്കാരും ഉണ്ട്. പക്ഷെ അതിലെനിക്ക് വിൻ ചെയ്യണം, അതിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരും അതിന് ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ടാലൻറ്റ് ഷോ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. റുവാൻ്റെ സ്റ്റെപ്പ് മദർ വിളിച്ചിട്ട് ജിന്നിനോട് പറയുന്നുണ്ട്, ഞാനൊരു സോങ് നിനക്ക് അയച്ചു തരാം, ആ സോങ് നീ ആ ടാലൻറ്റ് ഷോയിൽ പാടണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ആരുടെ സോങ്ങാണെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയാമെന്നുള്ളൊരു പയ്യൻ്റെ, ജെയിംസ് എന്ന അവൻ്റെ പേര്. പക്ഷേ അവനിപ്പോൾ നാട്ടിലില്ല, അവനെ അബ്രോഡ് അങ്ങോട്ടാണ്. അതുകൊണ്ട് തന്നെ ആ പാട്ട് അവൻ്റെ ആണെന്നുള്ള കാര്യം അങ്ങനെ അധികം ആർക്കും അറിയത്തില്ല. അധികം ആർക്കും അറിയത്തില്ല. നീ പേടിക്കണ്ട, അത് നിൻ്റെ പാട്ടാന്ന് പറഞ്ഞിട്ട് നീ പാടിയാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ടാലൻറ്റ് ഷോ നടക്കുന്ന ദിവസം വന്നെത്തിയിട്ടുണ്ട്. ജിന്നാണെങ്കിൽ 10 വർഷത്തോളം എന്നെ ഒരുപാട് സ്നേഹിച്ച് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് പാടുന്നതെന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഹീറോ ഇത് കേട്ട് ലയിച്ചിരിക്കുന്ന സമയത്ത് ഹീറോയിൻ ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ട് എന്തോ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഈ പാട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ടാലൻറ്റ് ഷോയുടെ വിന്നറായിട്ട് ജിന്നിനെ തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. ഇതിൽ വിന്നറാകുന്ന ആളായിരിക്കും ഇനി നമ്മുടെ റുവാൻ്റെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ജൂറീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവളാണ് വിന്നർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം അവിടേക്ക് നമ്മുടെ റുവാൻ വന്നിട്ട് അതൊരിക്കലും ശരിയാവില്ല, മോഷ്ടിച്ച പാട്ട് പാടി ഇവളെ എങ്ങനെ നമുക്ക് വിന്നറാക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ജിൻ, മോഷ്ടിച്ച പാട്ടോ, നീ ഇതെന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്, അതെൻ്റെ പാട്ടാന്ന് പറയുമ്പോൾ അവിടേക്ക് ഈ പാട്ട് എഴുതിയ ആൾ വരുന്നുണ്ടായിരുന്നു. അതായത് ജെയിംസ് എന്ന് പറയുന്ന ആൾ. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ റുവാൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്നു ഈ ജെയിംസ് എന്ന് പറയുന്നത്. കുട്ടിക്കാലത്ത് ഇവൾ അനുഭവിച്ച കഷ്ടതകളും വിഷമങ്ങളും എല്ലാം ജെയിംസിന് നന്നായിട്ട് അറിയായിരുന്നു. സ്റ്റെപ്പ് മദർ ഒരിക്കൽ ഇവൾ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് ഇവൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ജെയിംസ് വന്ന് പറയുന്നുണ്ട്, ഇന്നും തന്നെ വഴക്ക് പറഞ്ഞല്ലേ, നീ വിഷമിക്കണ്ട, നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് എഴുതിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് അവൾക്ക് പാടി കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ജെയിംസ് അത് റുവാന് വേണ്ടിയിട്ട് കുട്ടിക്കാലത്ത് എഴുതിയ സോങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ സത്യം എല്ലാവരും അറിഞ്ഞിട്ട് അവൾ ആ വിന്നർ സ്ഥാനം പോകുന്നുണ്ടായിരുന്നു. ഇവിടെ റുവാനാണെങ്കിൽ ജെയിംസിനോട് പറയുന്നുണ്ട്, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല, പക്ഷേ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നീ അബ്രോഡ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതെപ്പോൾ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആക്ച്വലി നിനക്ക് വേണ്ടിയിട്ടാണ് വന്നത്, നീ ഡിവോഴ്സായ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ റുവാൻ പറയുന്നുണ്ട്, പ്ലീസ് നീ ഇതിനെ പറ്റി സംസാരിക്കരുത്, ഇതിന് മുന്നേ ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, നിന്നെ ഞാൻ എൻ്റെ ഒരു സഹോദരനെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മാത്രമല്ല ഇനി എൻ്റെ ജീവിതത്തിൽ കല്യാണം, ലവ് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് പറയുമ്പോൾ തൊട്ട് പുറകിൽ നിന്നിട്ട് ഇത് ബോയ് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ജെയിംസ്, കൊള്ളാലോ, ഇങ്ങനെ ഒളിച്ചു നിന്ന് കേൾക്കുന്ന സ്വഭാവം നിനക്ക് ഉണ്ടല്ലെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ സംസാരിച്ചൊന്നും കേട്ടില്ല, ഞാൻ ഇപ്പോഴാണ് വന്നെന്ന് പറയുമ്പോൾ ഈ അടുത്ത് നിന്ന് അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുന്ന അമ്മയുണ്ടല്ലോ, അവർ പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ നുണ പറയുന്നത്, ചുമ്മാ പറയുക, നിങ്ങൾ എപ്പോഴാണോ ഇവിടെ വന്നത് സംസാരിച്ച് തുടങ്ങിയ സമയം തൊട്ട് ഇയാൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിയൊക്കെ ബോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് നന്ദി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ റുവാനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, അപ്പോഴാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ജെയിംസ് അന്നേരം റുവാനെയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അവിടേക്ക് ജിന്നും ഉണ്ടായിരുന്നു. വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ബോയ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ബോ ആ സമയത്ത് അവളോട് നല്ല ദേഷ്യപ്പെടുന്നുണ്ട്, ഇത്രയും നാണം കെട്ട രീതിയിൽ നീ കാണിക്കരുത്, വേറെ ആളുടെ പാട്ടെടുത്ത് വെച്ച് പാടുന്നിട്ട് നിനക്ക് നാണമില്ലെന്ന് ചോദിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അന്ന് ഈവനിങ് ഈ ജിന്നിനാണെങ്കിൽ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി അവൾ വലിയൊരു സെലിബ്രിറ്റി ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ കാണിച്ച കള്ളത്തരം മൊത്തം സോഷ്യൽ മീഡിയ പരന്നിട്ട് ഇവിടെ ഒരുപാട് രീതിയിൽ ട്രോളൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഈ അവാർഡ് ഷോയ്ക്ക് വരുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട്സൊന്നും അവളെ അടുപ്പിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇത്രയും നാണം കെട്ടിട്ട് നിന്റെ തൊലിക്കെട്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, എങ്ങനെ നിനക്ക് ഇവിടേക്ക് വരാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞുള്ള ഒരുപാട് കളിയാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജിന്നു മനസ്സിലാലോചിക്കുന്നുണ്ട്, കൊള്ളാം, ഒരു സമയം ഇവരെല്ലാവരും ചാൻസ് ചോദിച്ചിട്ട് എൻ്റെ പുറകെ നടന്ന് എൻ്റെ കാല് പിടിച്ചിട്ടുള്ളവരാ, അവരെ ഇപ്പം എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്, ഒരു ദിവസം എനിക്കും വരും, എന്നെ ഈ അവസ്ഥയിലാക്കിയവർ ഞാൻ എന്തായാലും വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ജിന്നും പറയുന്നുണ്ട്. ജിന്നിൻ്റെ ഈ ഒരു പ്രശ്നം കാരണം അവളുടെ അവാർഡ് ഷോയ്ക്ക് പോലും അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല അവളുടെ കരിയർ പോലും ഭയങ്കരമായിട്ട് സ്പോയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങളും എല്ലാം റുവാൻ്റെ അസിസ്റ്റൻറ്റ് റുവാനോട് പറയുന്നുണ്ട്.
അവളുടെ അവസ്ഥയെല്ലാം ആരേട്ടാ വരുത്തി വെച്ചത്? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഒരിക്കലുമല്ല. അവൾ ചെയ്തൊരു തെറ്റിന് അവൾ തന്നെയാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. വെറുതെ മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ പോരായിരുന്നോ? പിന്നൊരു കാര്യം, ഇപ്പോൾ അവൾക്ക് ഈ സംഭവിച്ചതല്ല ഞാൻ കാരണമെന്നായിരിക്കാം അവൾ കരുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത അമ്പ് എന്തായാലും എൻ്റെ നേർക്കായിരിക്കും എന്ന് പറഞ്ഞ് അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ട്. ജിന്നിനാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് റുവാൻ്റെ കുറേ കുറ്റങ്ങളുമായിട്ട് നേരെ ബോയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുക. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയതുപോലെ ഞാനൊന്നും ചെയ്തതല്ല. റുവാൻ അവളെ എന്നെ പറ്റിച്ചെന്ന് പറയുമ്പോൾ പ്ലീസ് ഞാൻ നല്ല ടയേർഡാണ്, എനിക്കൊന്ന് പോയി കിടക്കണമെന്ന് പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ടായിരുന്നു. ഇവൾക്കാകെ ദേഷ്യം വന്നിട്ട് നേരെ ആ സ്റ്റെപ്പ് മദറിനെ വിളിച്ചിട്ട് നിങ്ങൾ കാരണം എനിക്ക് ഈ അവസ്ഥ വന്നത്, നിങ്ങൾക്ക് ഇന്നിൻ്റെ ആവശ്യമായിരുന്നു ആ പാട്ട് തന്നെ എനിക്ക് തരാനായിട്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇത് കൊള്ളാം, നീ എന്നെ വിളിച്ച് ഹെൽപ്പ് ചെയ്തിട്ട് നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു പാട്ട് നിനക്ക് പറഞ്ഞത്. അത് മാത്രമല്ല പിന്നെ വരുന്ന പ്രശ്നങ്ങളൊക്കെ നീ വേണം ഡീൽ ചെയ്യാനായിട്ട്. നീ ഇങ്ങനെ കുഴപ്പത്തിൽ പോയി ചാടിയതിന് ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ശരി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് നോക്കിയേ, നിങ്ങളുടെ ആവശ്യം എൻ്റെ ആവശ്യം ഇപ്പോൾ ഒന്ന് തന്നെയാണ്, റുവാൻ്റെ പതനം. അതുകൊണ്ട് അവളുടെ നെഗറ്റീവ്സ് ഒക്കെ എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് കണ്ടെത്തണം. എത്രയും പെട്ടെന്ന് അവൾക്കൊരു പണി തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. പിറ്റേ ദിവസം റുവാനാണെങ്കിൽ ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ കാണാനായിട്ട് വരുന്നുണ്ട്. അയാൾ വലിയൊരു ആൻറ്റിക്കിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത് കേട്ടോ. വലിയൊരു പണക്കാരനായിരുന്നു. അങ്ങനെ അവർ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അയാൾ റുവാനോട് ഒരുപാട് അഭിനന്ദിച്ചിട്ട് പറയുന്നുണ്ട്, ഇത്രയും ചെറുപ്പകാലത്തിൽ തന്നെ ഒരു കമ്പനി വളർത്തിയെടുക്കാനും അത് മാത്രമല്ല ഒരു ഡോക്ടറായിട്ടൊക്കെ ഇരിക്കാനും ഒരു കഴിവ് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് അഭിനന്ദിച്ചിട്ട് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ആരൊക്കെയോ ചേർന്ന് എടുത്തിട്ട് ജിന്നിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ജിന്ന് അപ്പം തന്നെ വിളിച്ചിട്ട് ഇതിപ്പം തന്നെ റിപ്പോർട്ടേഴ്സിന് കൊടുക്കണമെന്നും അതിൻ്റെ ഹെഡ്ലൈനായിട്ട് വളരെ മോശമായിട്ട് തന്നെ എഴുതാനും പറയുന്നുണ്ട്. ഈ ഫോട്ടോ അതുപോലെ തന്നെ ബോഗ്യം കൊണ്ട് കാണിച്ചിട്ട് ഇത് നോക്കിയേ, ഇയാളെ നിനക്ക് അറിയത്തില്ലേ, വലിയൊരു ആൻറ്റിക് ബിസിനസ്സാണ് ഇയാൾ ചെയ്യുന്നത്. അതായത് പണക്കാരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പണക്കാരനാണ്. ഇപ്പോൾ ഇയാളെ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുടെ കല്യാണം ഉടനെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടെന്ന് പറയുമ്പോൾ ആവശ്യമില്ല നീ ഒരുമാതിരി സംസാരിക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം അറിയുമ്പോൾ അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നീ ഇത് വിശ്വസിച്ചേക്കാം, പക്ഷേ എനിക്ക് നന്നായിട്ട് റുവാനെ അറിയാം, അവൾ എന്തായാലും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ റുവാനാണെങ്കിൽ കുറേ നാളുകളായി അവളുടെ മുത്തശ്ശി കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഇന്ന് അവളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അവൾ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ മുത്തശ്ശി കാണാനില്ലായിരുന്നു. മുത്തശ്ശി നിങ്ങളിത് എവിടെയാണ്, നിങ്ങൾ വരാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ വന്നത്, എന്നിട്ട് എന്നോട് ഒന്നും പറയാതെ എവിടേക്കാണ് പോയെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കുമ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അവളുടെ സ്റ്റെപ്പ് മദർ നേരെ റുവാനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ മുത്തശ്ശി അന്വേഷിച്ചായിരിക്കും അല്ലേ അവിടെ വന്നത്, എത്ര അന്വേഷിച്ചാലും നിനക്ക് മുത്തശ്ശിയെ കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. മുത്തശ്ശിയെ കാണണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് തന്നെ നീ വരണം. പിന്നെ ഒരു കാര്യം, മുത്തശ്ശിയെ ജീവനോടെ നിനക്ക് കാണണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ചെയ്യണമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്റ്റെപ്പ് മദർ ആണെങ്കിൽ മുത്തശ്ശിയെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റുവാൻ്റെ അച്ഛനാണെങ്കിൽ ഒരു വലിയ ബിസിനസ്മാൻ തന്നെയായിരുന്നു. പക്ഷേ അയാളാണെങ്കിൽ ഈ ബിസിനസ് ഒന്നും നോക്കാതെ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചൂതുകളി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഇപ്പോൾ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇയാളുടെ ഭാര്യയായിരുന്നു, അതായത് റുവാൻ്റെ സ്റ്റെപ്പ് മദർ. അയാൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ലവർ ഉണ്ടെന്ന് തോന്നുന്നു. ഇയാളെങ്ങനെ ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലവർ വന്നല്ലേ എനിക്ക് ഹാൻഡ് ബാഗ് മേടിച്ചു തരാമെന്ന് പറഞ്ഞത്, പിന്നെ എന്താ വരാത്തെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ബിസിയാണ്, നീ എൻ്റെ അടുത്തുനിന്ന് പോയെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആ പെൺകുട്ടി വിളിച്ചിട്ട്, ഡാർലിംഗ് ഞാൻ ആ സമയത്ത് കളിച്ചുകൊണ്ടിരുന്നുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞത്, നീ വാ നമുക്ക് ഹാൻഡ് ബാഗ് മേടിക്കാനായിട്ട് പോവാം, എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, ഞാൻ അവളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് നിന്നെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇയാളുടെ അമ്മേനെ ഇയാളുടെ ഭാര്യയാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങളുടെ ചെറുമകൾ ഇവിടെ വരട്ടെ, അതിൽ പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് വരുന്ന ഇയാളാണെങ്കിൽ നീ ഇതെന്താടി സംസാരിക്കുന്നത്, ഇതെൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്, പൈസയ്ക്കായിരിക്കും അല്ലേ, ഇത് മുഴുവനും നിങ്ങൾ കൊണ്ടുപോക്കുമെന്ന് പറയുമ്പോൾ നീ അങ്ങനെ ഇത്ര പെട്ടെന്നൊന്നും പൈസ തരാത്തയാണല്ലോ, പിന്നെ ഇന്ന് എന്ത് പറ്റി, എന്തേലും നിനക്ക് പരിപാടി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാനും നിങ്ങളുടെ അമ്മയായിട്ട് ചെറിയൊരു ബിസിനസ് കാര്യം സംസാരിക്കാനായിട്ട് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അതിനിടയിൽ വേണ്ട, അതുകൊണ്ടാണ് പറഞ്ഞു വിടുന്നത്, കുറച്ചധികം സമയം എടുത്തോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇതെൻ്റെ അമ്മയാണ്, നീ ഒന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാളുടെ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഹീറോ ആണെങ്കിൽ ഒരു വാർത്ത അറിയുന്നുണ്ട്, റുവാൻ ആരോ കിഡ്നാപ്പ് ചെയ്യുന്നുള്ള കാര്യം. അങ്ങനെ അവളിപ്പോൾ എവിടെയാണോ എന്നുള്ളതെന്ന് അറിഞ്ഞിട്ട് അവൻ നേരെ അവിടേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോൾ ഇവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നത് ഇവരുടെ ബിസിനസ്സിനൊക്കെ ഡീലിലുള്ള ഒരാളായിരുന്നു കേട്ടോ. അയാളോട് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നെന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ ഇവളെൻ്റെ ഭാര്യയാണ്, ഞാൻ ഇവിടെ നിന്ന് പോവുമെങ്കിൽ അവളെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് നീ ഇവിടെ ആരായിപ്പോൾ, നിങ്ങൾ തമ്മിലിപ്പോൾ പിരിഞ്ഞല്ലോ, പിന്നെ ഒരു കാര്യം, നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ കുറച്ച് ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഓർമ്മയുണ്ടോ, ഒരു ബിസിനസ് കാര്യമൊക്കെ പറഞ്ഞിട്ട്, അന്ന് ആ ബിസിനസ് ഡീലിനൊക്കെ ശേഷം നിൻ്റെ ഈ ഭാര്യ വന്ന് എൻ്റെ കാലിൽ വീണിട്ട് ഒരുപാട് സോറി പറഞ്ഞു നിനക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ നിൻ്റെ മുത്തശ്ശനോട് നിന്നെപ്പറ്റി സംസാരിക്കുന്നതും ഇപ്പം നിൻ്റെ ഈ കമ്പനിയുടെ CEO ആക്കി വെച്ചേക്കുന്നതും. അതുകൊണ്ട് തന്നെ നിൻ്റെ ഭാര്യയ്ക്കും എനിക്കും തമ്മിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുമ്പോൾ
ബോ വന്ന് ഇവൻ ഇടിച്ച് തള്ളിയിട്ടിട്ട് ഹീറോയിനെ രക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് റുവാനോടൊരു സോറി പറയുന്നുണ്ട്. സോറി, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് എൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. നീ ചെയ്ത നല്ല കാര്യങ്ങൾ ഞാൻ ഒന്നും കാണാതെ പോയി. അതിനൊക്കെ എനിക്ക് നിന്നോട് എങ്ങനെ മാപ്പ് പറയണമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ, വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എണീക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത്, എന്തുപറ്റി, നീ എവിടേക്കാണ് പോകുന്നത്, മുത്തശ്ശിയെ കാണാനില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഇവൾ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയെ കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ മുത്തശ്ശി ആരോ കിഡ്നാപ്പ് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചോദിച്ചെന്ന് പറയുന്നുണ്ട്. നീ ഓക്കെ പറയുവാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഈ ഒരു ഹെൽപ്പ് ചെയ്തോട്ടെ, നിൻ്റെ മുത്തശ്ശി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. വേറൊരു രീതിയിലുമല്ല, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ, ഞാൻ അറിയാത്ത രീതിയിലും എല്ലാം. അപ്പോൾ പിന്നെ ഞാൻ ഇതൊന്നും നിനക്ക് ചെയ്തു തന്നിട്ടും ചോദിക്കുമ്പോൾ റുബാനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ബോയ് ആണെങ്കിൽ ഒരാളെ വിരിച്ചു വരുത്തിയിട്ട് മുത്തശ്ശിയുടെ ഫോണൊക്കെ ട്രേസ് ചെയ്തിട്ട് മുത്തശ്ശി ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. മുത്തശ്ശി ഇപ്പോൾ വേറെ എവിടെയല്ല, ആ സ്റ്റെപ്പ് മദറിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ബോ വന്നിട്ട് ഇയാളോട് ഒരുപാട് നന്ദിയുണ്ട്, എന്നെ ഇങ്ങനൊരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നന്ദിയുടെ ആവശ്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് തന്നാൽ മതി, ഇനി ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വിളിച്ചാലും മതി. കുറച്ച് മുന്നേ അല്ലേ നിങ്ങളുടെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ച് ഞാൻ കണ്ടതാണല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ റുവാൻ അവിടെ അടുത്തുനിന്ന് ചിന്തിക്കുന്നുണ്ട്. ഇവൻ ഇതൊക്കെ ആളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ, എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും റുവാനും ബോയും കൂടെ നേരെ പോയിട്ട് സ്റ്റെപ്പ് മദറിൻ്റെ വീട്ടിൽ പോയി മുത്തശ്ശിയെ രക്ഷിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയാണെങ്കിൽ നിങ്ങൾ അകത്തേക്ക് കയറ്റി വിടത്തില്ല, മുത്തശ്ശി വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് റുവാനും ബോയും കൂടെ ചേർന്ന് മുത്തശ്ശിയെ രക്ഷിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മുത്തശ്ശിയുടെ ബോഡി നല്ല വീക്കായിരുന്നു കേട്ടോ. എന്തായാലും മുത്തശ്ശിയെ രക്ഷിക്കാനായിട്ട് ബോ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ റുവാൻ അവളോട് നന്ദി പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ എന്നെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ, നീ എന്നോട് മാത്രം അങ്ങനെ പറയരുത്, നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ അറിയാതെ പോയി, അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഒരുപാട് കുറ്റബോധമുണ്ട്. നീ എനിക്കൊരു ചാൻസ് കൂടെ തരുവാണെങ്കിൽ എൻ്റെ തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് ഞാൻ നിന്നെ പൊന്നുപോലും നോക്കാമെന്ന് പറയുമ്പോൾ, പ്ലീസ് അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കേണ്ട, എന്തായാലും അതൊക്കെ പാസ്റ്റാണ്, എനിക്ക് കുറച്ച് ബില്ലൊക്കെ പേ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇതേ സമയം ബോയ് ആണെങ്കിൽ നേരെ അവൻ്റെ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട്, റുവാൻ്റെ സ്റ്റെപ്പ് മദറുമായിട്ട് നമ്മുടെ കമ്പനിക്ക് എന്തൊക്കെയോ ഡീൽസ് ഇല്ലേ, അതിപ്പോൾ തന്നെ ടെർമിനേറ്റ് ചെയ്യണം, ഇനി അവരുമായിട്ടുള്ള ഒരു ഡീൽസിനും നമ്മൾ തയ്യാറാകരുതെന്ന് പറയുമ്പോൾ ഇക്കാര്യം റുവാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ബോയുടെ കമ്പനിക്കാരെല്ലാവരും തന്നെ റുവാൻ്റെ സ്റ്റെപ്പ് മദറിൻ്റെ കമ്പനിയുടെ ഡീലൊക്കെ അവസാനിപ്പിച്ചെന്ന് കേട്ടതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനിക്കാരിങ്ങനെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ കമ്പനി ഭയങ്കര ലോസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അന്ന് കണ്ട ഒരു ആൻറ്റി ബിസിനസ്സിൻ്റെ ഒരു വലിയ ആളില്ലേ, അയാളെ കാണാനായിട്ട് റുവാനും ബോയും വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് റുവാൻ്റെ സ്റ്റെപ്പ് മദറുമായിട്ട് ഇയാൾക്കും എന്തൊരു ബിസിനസ് ഡീൽ ഉണ്ടായിരുന്നു. റുവാൻ്റെ സ്റ്റെപ്പ് മദർ ഇയാളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തെളിവുകൾ അയാൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അയാൾ നേരെ ഈ സ്റ്റെപ്പ് മദറിനെ കാണാനായിട്ട് വരുന്ന സമയത്ത് ഈ തെളിവുകളൊക്കെ കൊണ്ട് ഇവരോട് ദേഷ്യപ്പെടുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അയാൾ വന്നിട്ട് പുതിയൊരു ബിസിനസ് കാര്യം ഇവരോട് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ആളിപ്പോൾ അബ്രോഡാണ്, പക്ഷെ അയാൾക്ക് 1 കോടി രൂപ വിലയുള്ള കുറച്ച് ആൻറ്റിക് സാധനങ്ങൾ വേണം, നിങ്ങളത് തയ്യാറാക്കി തരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ, അതൊക്കെ ഇല്ലീഗലല്ലേ, നമുക്ക് അവിടേക്ക് എങ്ങനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കാൻ ചോദിക്കുമ്പോൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ കമ്പനി ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഞാൻ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ എനിക്കിത് വേണ്ടി ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കമ്പനിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് ആയിട്ടുള്ള കാര്യം അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസത്തെ സാവകാശം മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാനും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ കയ്യിൽ ഇത്രയും സാധനങ്ങളൊക്കെ നിർമ്മിച്ച് കൊടുക്കാനായിട്ടുള്ള കാശ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹസ്ബൻഡിൻ്റെ കുറച്ച് വസ്തുക്കളും വീടുകളെല്ലാം വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം അറിയുന്ന റുവാൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ റുവാനോട് വിളിച്ച് പറയുന്നുണ്ട്, അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ അയാൾ നിൻ്റെ അമ്മയുമായിട്ട് പുതിയൊരു ബിസിനസ് ഡീൽ ചെയ്തിരിക്കുക, ഇന്ന് അതിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ അറിയുമെന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, അവർ ബാക്കി കാര്യം നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പുറകിൽ ചിന്നനും എന്തോ ഒരു കൈ ഉണ്ടെന്നുള്ളത് റുവാൻ്റെ അസിസ്റ്റൻ്റ് അറിയുന്നുണ്ട്. അപ്പം തന്നെ റുവാൻ്റെ അസിസ്റ്റൻറ്റും റുവാനും ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഇതിൻ്റെ പിന്നിൽ ഇനി ബോയ്ക്കും എന്തെങ്കിലും കൈ ഉണ്ടാവും എന്നുള്ള പേടിയിലിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ റുവാൻ്റെ സ്റ്റെപ്പ് മദർ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ഈ ബിസിനസ് തന്ന അയാളെ വിളിച്ചിട്ടാണെങ്കിൽ അയാൾ കോൾ കൊടുക്കുന്നില്ല, ഈ സാധനങ്ങളെല്ലാം പോലീസിൽ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, ഇവർക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ അസിസ്റ്റൻ്റ് ഒന്ന് പറയുന്നുണ്ട്, മാഡം നമ്മളിനി എന്ത് ചെയ്യും, നമുക്ക് പോലീസിനോട് പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞാലും ചോദിക്കുമ്പോൾ എങ്ങനെ പറയും, അതൊക്കെ ഇല്ലീഗലാണ്, നമ്മളാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയും കൂടെ പിടിച്ച് അകത്തിടും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നത് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവളാകെ ടെൻഷനിലിരിക്കുന്ന സമയത്ത് ഇവരുടെ ഹസ്ബൻഡ് വന്നിട്ട്, അതെ നീ എൻ്റെ വസ്തുക്കളും വീടുകളൊക്കെ വിറ്റോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇത് വന്ന് ചോദിക്കണോ, ബിസിനസ് കാര്യങ്ങളൊന്നും നോക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് കുടിച്ച്
ചൂതായിട്ട് നടന്നിട്ട് ഇപ്പം ഈ കാര്യത്തെക്കുറിച്ചൊക്കെ എന്നോട് വന്ന് ചോദിച്ചാൽ ബിസിനസ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. പക്ഷേ എന്നെ എല്ലാവരും കൂടി ചേർന്ന് പറ്റിച്ചു എന്ന് പറയുമ്പോൾ ഇയാൾക്കൊക്കെ ദേഷ്യം വന്നിട്ട് പറ്റിച്ചെന്നോ? അപ്പം എൻ്റെ ബിസിനസ് നിന്നെ വിശ്വസിച്ചല്ലേ, ബിസിനസ് അല്ല നിൻ്റെ കയ്യിൽ തന്നെന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിപിടി കൂടുന്നുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ ബോയ് ആണെങ്കിൽ മുത്തശ്ശിയെ കാണാനായിട്ട് നേരെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. മുത്തശ്ശി റുവാൻ നല്ല ബിസിയാണ്, അതുകൊണ്ടാണ് മുത്തശ്ശി കാണാനായിട്ട് അവർക്ക് ഇവിടെ ഇങ്ങോട്ട് വരാനായിട്ട് പറ്റാതിരുന്നത്. മുത്തശ്ശി വിഷമിക്കേണ്ട, ഞാൻ മുത്തശ്ശിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ഒരു കാര്യം പറയുന്നുണ്ട്, മോനെ റുവാൻ ഒരു പാവമാണ്, അവൾ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം അവളുടെ അച്ഛനാണെങ്കിൽ രണ്ടാമതൊരു കല്യാണം കഴിച്ചു ഒരു യക്ഷിയെ കൊണ്ടുവന്നു. അവൾക്കൊരു മകനും ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ അന്ന് വന്നതൊട്ടെ റുഹാനോട് മോശമായിട്ടായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ആകെ ആശ്വാസം അവൾ സ്കൂളിൽ പോകുന്നുള്ളതാണ്. സ്കൂളിൽ പോയാൽ പിന്നെ വൈകുന്നേരമല്ലേ വരത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ ഞാൻ അവളെ എൻ്റെ നാട്ടിലേക്ക് പറഞ്ഞു വിടും. അവിടെയാണെങ്കിൽ എനിക്ക് കുറച്ച് അകന്ന ബന്ധുക്കളുണ്ട്. അവളെ വീട്ടിലൊക്കെ ജോലിയൊക്കെ ചെയ്ത് അവൾ വളർന്നത്. അങ്ങനെ അവിടെ പോയി നിന്ന സമയത്തായിരുന്നു ഒരു മാസ്റ്ററിൻ്റെ കീഴിൽ ഇവിടെ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. അങ്ങനെ ഒരുപാട് ആ പാവ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവൾ ഒരുപാട് സഹിക്കുന്നുണ്ട്. അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ എൻ്റെ മോളെ ജീവിതം ഒന്ന് നന്നായി കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ മുത്തശ്ശി വിഷമിക്കേണ്ട, അതിനൊക്കെ ഒരു വഴി ദൈവം കാണിച്ചു തരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റുവാൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ റുവാൻ വന്നിട്ട് ബോയ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ കുറച്ച് പേപ്പേഴ്സ് അവൻ്റെ ദേഹത്തേക്ക് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ജിൻ മാത്രമാണോ അത് നീയും കൂടെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ മുത്തശ്ശി കാണാനായിട്ട് പോകുന്നുണ്ട്. ഇവൻ ഈ പേപ്പേഴ്സും കൊണ്ട് നേരെ ജിന്നിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഇത്രയും വൃത്തികെട്ടവളാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ, ബോ പ്ലീസ് നീ എന്നൊന്ന് മനസ്സിലാക്കുക, ആ റുവാൻ കള്ളിയാണെന്ന് പറയുമ്പോൾ ദേ നിർത്ത്, ഇനി മേലിൽ നീ റുവാൻ ഒരു വാക്ക് പോലും പറഞ്ഞു പോരുത്. പിന്നെ ഒരു കാര്യം, നിനക്ക് ആരുമില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ വീട്ടിലെ പാസ്വേഡ് തന്നെ നിന്നെ ഞാൻ ഇവിടെ ആക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിൻ്റെ സ്വന്തം വീട് പോലെയാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നീ ഈ വീടിന് ഇറങ്ങി പൊക്കോണം. അത് മാത്രമല്ല, ഇനി നീ റുവാൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. പിന്നെ ഞാൻ നിനക്ക് തന്ന വാക്കുപോലും പാലിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് കയറി പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റുവാൻ്റെ സ്റ്റെപ്പ് മദറിൽ അവർക്കാണെങ്കിൽ ബിസിനസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആകെ പാപ്പരാസിയെ പോലെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക്, അതായത് അവരുടെ മകൻ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണല്ലോ, അവരിങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഭർത്താവ് വന്ന് ഹോസ്പിറ്റലിൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. എടി എൻ്റെ ബിസിനസ്സൊക്കെ പോയിട്ട് എൻ്റെ വസ്തുക്കളൊക്കെ വിട്ടിട്ട് നീ ഇവിടെ വന്ന് സുഖിച്ച് നിൽക്കുവാണല്ലേ, എൻ്റെ കാശ് താടി എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുമ്പോൾ നിങ്ങൾ മിണ്ടിപ്പോരുത്, നമ്മുടെ മോനകത്ത് സുഖമില്ലാതെ കിടക്കുന്നത്, നിങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നത്, ഈ കാശെല്ലാം കൊണ്ട് എവിടേക്ക് പോകാനാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പണവും ഇയാൾ തട്ടിപ്പിടിച്ച് മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ ഇനി അങ്ങോട്ട് ജീവിക്കാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ റുവാൻ്റെ കമ്പനിയിൽ അടിച്ചുവാരൽ ജോലിയായിരുന്നു അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാവിലെ വന്നിട്ട് അവിടെ മുഴുവനും അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുമ്പോൾ റുവാൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. റുവാനെ കാണുമ്പോൾ തന്നെ, എടി നീ കാരണോ എനിക്ക് ഈ അവസ്ഥ വന്നത്, നീ അധികം അങ്ങോട്ട് നിഗളിക്കേണ്ട, നിൻ്റെ അമ്മ ഇതുപോലെ തന്നെയായിരുന്നു, നിഗളിച്ചത് കൊണ്ട് അവസാനം അയാൾ തന്നെ അയാളെ കൈ കൊണ്ട് അവളെ കൊന്നെന്ന് പറയുമ്പോൾ പെട്ടെന്ന് റുവാൻ, കൊന്നോ, നിങ്ങളിതെന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാനെന്ത് പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല, അത് നീ കേട്ടെൻ്റെ മിസ്റ്റേക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരോടൊന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ റുവാന് ഭയങ്കരമായിട്ട് സംശയവും അങ്ങനെ നിന്നിട്ട് ഭയങ്കര സങ്കടവും വരുന്നുണ്ടായിരുന്നു. അവളങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ബോ വന്നിട്ട് അവളെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളിങ്ങനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത്, പ്ലീസ് നീ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരരുത്, എനിക്ക് ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റില്ല, എല്ലാവരും എന്നോട് ഇങ്ങനെ തന്നെ നിന്നത്, നീ ഒരു ചതിയനാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അസിസ്റ്റൻറ്റിനോട് വന്നിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഒരു ട്രിപ്പ് പോയതായിരുന്നു. പോയപ്പോൾ കാറിന് ബ്രേക്കില്ല, അങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടാണ് എൻ്റെ അമ്മ മരിച്ചെന്ന് അച്ഛൻ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അന്ന് ആ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് അവിടെ എങ്ങും ഒരു CCTV പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ കുഞ്ഞായിരുന്നതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞ ആ കാര്യം വിശ്വസിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് അവരുടെ വായിലത് അറിയാതെ വീണ് പോയതാ. ഇനി എൻ്റെ അമ്മയെ കൊന്നത് അച്ഛൻ തന്നെ ആയിരിക്കും എന്നുള്ള സംശയം അവൾ അസിസ്റ്റനോട് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ്റെ ഫോട്ടോ ഒരു പെൺകുട്ടി കൊണ്ടുവന്ന് കാണിച്ചിട്ട്, ദേ ഈ കാണുന്ന അയാളുടെ അടുത്തേക്ക് നീ പോയാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളെല്ലാം അയാൾ തന്നെ ചെയ്തോളും, പിന്നെ നിനക്കിതിന് എത്ര കാശാണ് ആവശ്യം അത് പറഞ്ഞാൽ മതി, നീ അവിടെ പോകുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ CCTV ഫുട്ടേജ് വഴി കാണുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് കാശിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ ഫ്രണ്ടാണല്ലോ, അപ്പം നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് സഹായം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി റുവാൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു ബാറിലാണ് കേട്ടോ ഉള്ളത്. അവിടേക്ക് പോയിട്ട് ഇയാളോട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ അടുത്തൊരു റൂമിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ഒപ്പം അവിടേക്ക് വരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ മോക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ അങ്ങനെ തന്നെ റുവാൻ ഒരു സ്റ്റെപ്പ് മദറിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കിത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തൻ്റെ മകൻ ഇവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്നു, അയാൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നേരെ അയാളുള്ള സ്ഥലത്തേക്ക് പോയിട്ട്, നിങ്ങൾക്ക് ഇത്ര കണ്ണിച്ചോരയില്ലാതെ പോയല്ലോ, ബിസിനസ് എല്ലാം പൂട്ടി കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ജോലികൾക്കാണ് ഇപ്പോൾ പോകുന്നത്, എൻ്റെ മോൻ അവിടെ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുക, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ പെണ്ണുങ്ങളോട് കൂടെ കുടിച്ച് കൂത്താടി നടക്കുന്നു, നാട് വലിയ മനുഷ്യ എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കുമ്പോൾ, ഡീ നോക്കിയേ, എൻ്റെ ബിസിനസ്സും എൻ്റെ സ്വത്തുവകകളും എല്ലാം നീ കൊണ്ടുപോയി കളഞ്ഞു, അതുകൊണ്ട് ഇനി മേലിൽ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ,
ഞാൻ കോർട്ടിൽ ഉറപ്പായിട്ടൊരു പരാതി കൊടുക്കും. എൻ്റെ സ്വത്തുക്കളെല്ലാം നീ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാനും കൊടുക്കൂടാ. നീ നിൻ്റെ ആദ്യ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യ ഭാര്യയെ നിൻ്റെ കൈ കൊണ്ട് കൊന്നിട്ട് എല്ലാവരോടും നീ ആക്സിഡൻ്റ് എന്നല്ലേ പറഞ്ഞത്? ഇത്രയും നാൾ ആ സത്യം അറിയാതിരുന്നിട്ടും ഞാൻ ഒരൊറ്റ മനുഷ്യരോട് പോലും പറഞ്ഞില്ല. നിൻ്റെ വാക്കും കേട്ട് നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഞാൻ നടന്നു. ഇനി ഞാൻ വെറുതെ ഇരിക്കത്തില്ല. നീ എൻ്റെ പേർക്ക് ഇങ്ങനെ ഒരു കേസ് കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ കാര്യം എല്ലാവരോടും വിളിച്ച് പറയുന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൾക്ക് പിന്നെ അതൊന്നും കാണാനായിട്ട് ശക്തി ഉണ്ടായിരുന്നില്ല. അവൾ അസിസ്റ്റൻറ്റിനോട് ഞാനൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിന് ഒരുപാട് നേരം കൊണ്ട് ഹീറോ കടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവനാകെ ടെൻഷൻ അടിച്ചിട്ട് നേരെ അസിസ്റ്റൻറ്റിനോട് വന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പെട്ടെന്നൊരു വീഡിയോ കണ്ടിട്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾ പോകാനായിട്ട് ചാൻസ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും അവൻ പോയി അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവളെ എവിടെയും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം വന്നൊരു സ്ഥലത്ത് നോക്കുമ്പോൾ അവൾ വിഷമിച്ച് ഒരുപാട് കരഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവനെ കാണുമ്പോഴത്തേക്കും അവളുടെ ഇമോഷൻസ് അവൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. നേരെ പോയിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നുണ്ട്. നീ വിഷമിക്കണ്ട, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. നീ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചെന്ന് പറയുമ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. സൂയിസൈഡ് എന്തായാലും ഇതിനേക്കാളും വലുത് ഞാൻ അനുഭവിച്ചിട്ടും ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിന്നൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളത് നോക്കി പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും കൂടി ഒരു സൈക്ലിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. ആ സമയം പറയുന്നുണ്ട്, എൻ്റെ അസിസ്റ്റൻ്റ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ ഒരു സൈക്ലിങ്ങിന് പോയാൽ മതി, നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവുമെന്ന്. എനിക്കിപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്കൊന്ന് ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് ദൂരം കൂടെ നമുക്ക് പോവാം അല്ലേ? അങ്ങനെ അവർ സൈക്ലിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ റുവാനാണെങ്കിൽ പറഞ്ഞു വിട്ട ആ പെൺകുട്ടിയാണെങ്കിൽ അവൾ പറഞ്ഞതിന് ശേഷവും ഒരുപാട് അഭിനയിച്ച് തിമിർക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഉദ്ദേശം വേറെ ആയിരുന്നു കേട്ടോ. അയാളെയും കൊണ്ട് നേരെ റൂമിലേക്ക് പോയിട്ട് കുറച്ച് ക്ലോസ് ആയിട്ടൊക്കെ നിന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അയാളെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. 50 ലക്ഷം രൂപ തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ ഫുൾ സ്പ്രെഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അയാളാണെങ്കിൽ അയാൾക്ക് പരിചയമുള്ള എല്ലാവരോടും വിളിച്ച് കാശ് ചോദിക്കുന്നുണ്ടെങ്കിലും ആരും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അയാൾക്ക് ഓർമ്മ വരുന്നത് റുവാന ആയിരുന്നു കേട്ടോ. അങ്ങനെ റുവാനെ കാണാൻ വേണ്ടിയിട്ട് നേരെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് റുവാന എനിക്ക് കാണണം, അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണ്? അങ്ങനെ മാഡത്തിനെ പെട്ടെന്നൊന്നും കാണാനായിട്ട് പറ്റത്തില്ല, അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോയിൻമെൻറ്റോ? എൻ്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്? റുവാൻ ഇവിടെ, അവൾ എവിടെ ഇരിക്കുന്നത്? അല്ലെങ്കിൽ അവളുടെ അച്ഛൻ വന്നിട്ടുണ്ട്, പെട്ടെന്ന് ഇവിടേക്ക് പറയാനായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവിടെ നിന്ന് ആ പെൺകുട്ടി എനിക്ക് ദേഷ്യത്തിൽ നിങ്ങളിങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവൾ അടിക്കാനായിട്ട് കൈ നോക്കുന്നുണ്ടായിരുന്നു. ആ കറക്റ്റ് സമയത്ത് റുവാൻ എവിടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ട് കേട്ടോ എൻ്റെ ഓഫീസിൽ വന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല, എനിക്ക് 50 ലക്ഷം രൂപ വേണം, അത് തന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ 50 ലക്ഷം രൂപയോ? അതൊന്നും എനിക്ക് തരാനായിട്ട് പറ്റത്തില്ല, വെറുതെ എൻ്റെ ഓഫീസിൽ വന്ന് ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ പോലീസിൽ വിളിച്ച് അറിയിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇയാളാണെങ്കിൽ ഫോൺ എടുത്തിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, ദേ നോക്കി, ഇതാണ് എൻ്റെ മകൾ, ഇപ്പോൾ ഇവൾ വളർന്ന് വലുതായൊരു വലിയ കമ്പനിയുടെ CEO ആണ്. എന്നിട്ട് ഇവൾ ഇത്രയും നിലയിലാക്കിയാൽ ഞാൻ വന്ന് കുറച്ച് കാശ് ചോദിച്ചപ്പോൾ അവൾക്ക് തരാനായിട്ട് പറ്റത്തില്ല എന്ന്. ഞാനൊരു പാവപ്പെട്ട ആളാണ്, എൻ്റെ ബിസിനസ് എല്ലാം ഇവൾ കാരണം പൊട്ടി പാളീസായി. ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇവളോട് ഞാൻ കാശ് ചോദിക്കുന്നത്. പക്ഷേ ഇവൾ ഇത്രയും വലിയൊരു നിലയിലെത്തിയപ്പോൾ ഇവൾക്ക് ഇവളുടെ അച്ഛനെ വേണ്ടാതായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവളെക്കുറിച്ച് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ഇപ്പം നമ്മുടെ റുവാന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓരോ വീഡിയോയുടെ കമൻറ്റിലാണെങ്കിൽ ഇവളെക്കുറിച്ച് ഒരുപാട് മോശമായിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ ഇവൾക്ക് സങ്കടവും വരുന്നുണ്ട്. അന്നേരം അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് ഒരുപാട് ഹേറ്റേഴ്സ് കൂടിയിട്ടുണ്ട്, അയാൾ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ വേണ്ട, അയാൾ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് റുവാൻ അതിന് പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ കാണുന്ന ബോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോഴും റുവാൻ്റെ അച്ഛനാണെങ്കിൽ ഇവളെ വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല. ഇവൾ എവിടേക്ക് പോകുന്നു അവിടെയൊക്കെ വന്നിട്ട് കാശ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് റുവാൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഡോറിലൊക്കെ തട്ടുമ്പോൾ റുവാൻ ഡോറ് തുറക്കുന്നുണ്ടായിരുന്നില്ല. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ കടന്നിട്ട് കാശും കൊണ്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവിടേക്ക് ബോ വന്നിട്ട് നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് 50 ലക്ഷം രൂപ വേണം, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇയാളെയും കൂട്ടിയിട്ട് ബോ നേരെ ഒരു ഹോട്ടൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുൾ ഇവർക്ക് ഹേറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവളുടെ അസിസ്റ്റൻറ്റ് നിങ്ങളുടെ അച്ഛൻ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയാമെന്ന്, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ്സ് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഹീറോ നേരെ അഡ്രസ്സിലേക്ക് പോകാനായിട്ട് പോകുന്ന സമയത്ത് ഹീറോ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾ ഈ വീഡിയോ, അതായത് അവളുടെ അച്ഛൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കുമ്പോഴത്തേക്കും ആ വീഡിയോ ഒന്നും കാണാനേ ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ അവൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്, ഹീറോ ഇടപെട്ടിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തെന്നുള്ള കാര്യം. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആവശ്യപ്പെട്ട കാശ് ഹീറോ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനി മേലിൽ അവളെ ശല്യം ചേരുന്നും കൂടെ പറയുന്നുണ്ട്. അയാൾ അത് നോക്കി പറയുന്നുണ്ട്, എനിക്ക് കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ വഴിക്ക് പോകേണ്ട ഒരു ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് അതുപോലെ 50 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് അയാളുടെ പഴയ ലൈഫിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പഴയതുപോലെ ചൂത് കളിക്കാനൊന്നും ഇയാളുടെ കയ്യിൽ കാശില്ലായിരുന്നു. അങ്ങനെ കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് കാശൊക്കെ മേടിച്ചിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ കളി കളിക്കുമ്പോഴും ഇയാൾ തോറ്റു പോകുന്നുണ്ടായിരുന്നു.
പക്ഷേ ഈ കടം മേടിച്ച ആൾക്കാർക്ക് കാശ് കൊടുക്കണമല്ലോ. അങ്ങനെ അത് കൂടി വലിയൊരു തുകയായിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വെച്ചിട്ട് കാശ് തരാനായിട്ട് പറയുമ്പോൾ ഇത് അവസാനത്തെ കളിയാണ്, ഇതിൽ ഞാൻ എന്തായാലും ജയിക്കും, അപ്പം നിങ്ങൾക്ക് കാശ് തരാമെന്ന് പറയുമ്പോൾ അയാൾ ആ കളി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയാൾക്കാണെങ്കിൽ കാശ് കൊടുക്കാനായിട്ടുള്ള യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വന്ന ആൾക്കാർ ഇയാളെ കുറേ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കാശ് തരാം, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയുമ്പോൾ ഈ വന്ന ആളിൽ ഒരാൾ പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, നിൻ്റെ ബിസിനസ്സൊക്കെ പൊട്ടിയല്ലേ, അത് മാത്രമല്ല നിൻ്റെ ഭാര്യയെങ്ങാണ്ടോ കൊന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടതെന്ന് പറയുമ്പോൾ അതെൻ്റെ കൈ കൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു, അത് മാത്രമല്ല എൻ്റെ മോളെ ഞാനിപ്പോൾ ചതിക്കാനായിട്ട് ശ്രമിച്ചു, അവൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അത് അപ്ലോഡ് ചെയ്തു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ട് അവളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് നിങ്ങൾക്ക് തരാമെന്നും കൂടെ ഇവരോട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ മുത്തശ്ശിക്ക് അസുഖമൊക്കെ ഭേദമായിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റുവാൻസ് വന്ന് പറയുന്നുണ്ട്, മുത്തശ്ശി ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, കുറച്ച് ദിവസം മുത്തശ്ശിയുടെ നാട്ടിൽ പോയി നിൽക്കാമെന്ന് പറയുമ്പോൾ ബോയും അവിടേക്ക് വന്നിട്ട് ഞാനും എങ്കിലും നിങ്ങളുടെ കൂടെ വന്നോട്ടെ, അവിടേക്ക് ഒന്ന് കാണണമെന്ന് എനിക്ക് കുറേ നാളായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് ചെറിയൊരു സന്തോഷം തോന്നിയിട്ട് റുവാനും ബോയും കണ്ണും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, മതി റൊമാൻസ് കളിച്ചത്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ വീട്ടിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അതായത് മുത്തശ്ശിയുടെ നാട്ടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർ പണ്ട് താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് കയറുമ്പോൾ ഇവിടേക്ക് എന്ത് വൃത്തിയായിട്ടാണ് കിടക്കുന്നത്, നമ്മളിപ്പോൾ എത്ര നാളാണ് ഇവിടേക്ക് വന്നത്, എന്ത് മനോഹരമാണ് ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശി നമ്മൾ അവിടെ ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ആളെ വിട്ട് ഇവിടെയെല്ലാം വൃത്തിയാക്കാറുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശിയെ വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റുവാനും ബോയും കൂടെ ചേർന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിക്കാനായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിരുന്ന കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇവരെ കണ്ടിട്ട് അവിടെ വിൽക്കാനായിട്ടിരിക്കുന്ന സ്ത്രീ പറയുന്നുണ്ട്, കൊള്ളാലോ, നിങ്ങൾ തമ്മിൽ നല്ല മാച്ച് ഉണ്ട്, എന്തായാലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു കാഴ്ച കാണാനേ പറ്റത്തില്ല, ഭാര്യയും ഭർത്താവും ഒക്കെ ജോലി കാര്യങ്ങളൊക്കെ തിരക്കായിരിക്കും, പക്ഷെ ആദ്യമായിട്ടാണ് രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വരുന്നത് ഞാൻ കാണുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് 50 രൂപയ്ക്ക് തരാമെന്ന് പറയുമ്പോൾ റുവാൻ ഇത് കേട്ടിട്ട് 50 രൂപയോ, ഇത് അപ്പുറത്തെ കടയിൽ 30 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് വേണ്ട, ഞാൻ അവിടെ നിന്ന് മേടിക്കാമെന്ന് പറയുമ്പോൾ നിൽക്ക് എങ്കിൽ ഞാനും 30 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇത് അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ നേരെ സ്വെറ്റർ മേടിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്വെറ്ററൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിലൊരെണ്ണം ബോയ്ക്ക് ഇഷ്ടപ്പെട്ട് അത് എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയം അത് വിൽക്കാനായിട്ട് നിൽക്കുന്ന സ്ത്രീ പറയുന്നുണ്ട്, ഇത് ഞാൻ 150 രൂപയ്ക്ക് തരാം, എനിക്ക് റുവാനെ മുന്നേ പരിചയമുള്ളത് കൊണ്ടാണ് ഇത്രയും വില കുറഞ്ഞ് തരുന്നതെന്ന് പറയുമ്പോൾ ബോയ് ഇത് കേൾക്കുമ്പോൾ 150 രൂപയോ, അതൊന്നും പറ്റത്തില്ല, നിങ്ങളൊരു 20 രൂപ കുറച്ച് തരാനായിട്ട് പറയുമ്പോൾ 20 രൂപയോ, നിങ്ങൾ എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നാണമില്ലേ നിങ്ങൾക്ക്, ഇത്രയും വലിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, കോട്ടൊക്കെ ഇട്ട് വന്നിട്ട് 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളോടൊക്കെ ഇങ്ങനെ അടിപിടി കൂടാണെന്ന് പറയുമ്പോൾ റുവാൻ ഇന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റുവാൻ്റെ മുമ്പിലൊന്ന് ആളാവാൻ വേണ്ടിയിട്ടായിരുന്നു ബോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് അവർ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന ആൾ ബ്രേക്ക് ചവിട്ടുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം നമ്മുടെ ബോയ് ആണെങ്കിൽ റുവാൻ്റെ നേരെ പോയിട്ട് അവളെ ഹഗ് ചെയ്യുന്ന പോലെ ആകുന്നുണ്ടായിരുന്നു. അതിനുശേഷം റുവാൻ പറയുന്നുണ്ട്, മതി നീ അഭിനയിച്ചത് മതിയെന്ന് പറയുമ്പോൾ അഭിനയിച്ചതെന്നോ, ഞാൻ അഭിനയിച്ചതെന്നോ അല്ല, അത് അറിയാണ്ട് അങ്ങനെ ആയെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ അച്ഛനെ നീ ഹെൽപ്പ് ചെയ്തുള്ള കാര്യം ഞാൻ അറിഞ്ഞു, നീ മുൻകൈ എടുത്തിട്ടാണ് അയാൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത കാര്യവും ഞാൻ അറിഞ്ഞു, അതിലെനിക്ക് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ എനിക്ക് ഒരു ചാൻസ് കൂടെ തരാമോ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ നീ നിൻ്റെ കാമുകിയോടും പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കാമുകിയോ, എനിക്ക് ഏത് കാമുകി, നീ ആ ചിന്നനെയാണോ പറയുന്നത്, പ്ലീസ്, ഞാൻ അവളെ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു സഹോദരി പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, നീ ഞാനും ഹസ്ബൻഡ് ആൻഡ് വൈഫായിരുന്ന സമയത്ത് നിന്നെ മനഃപൂർവ്വം ദേഷ്യപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അവളോട് കുറച്ച് ക്ലോസ് ആയിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നിന്നെ വെറുതെ അന്നത്തെ ആ ഒരു മണ്ടത്തരത്തിൽ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ അതൊന്നും നീ ഇങ്ങനെ പറഞ്ഞ് വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടെന്ന് പറയുമ്പോൾ ഞാനൊന്ന് പറയുന്നത് നീ മനസ്സിലാക്ക്, ആ ബന്ധമൊക്കെ ഞാൻ അപ്പം തന്നെ അവിടെ അവസാനിപ്പിച്ചു, അവൾ ഏകദേശം ഒരു കാര്യം പറഞ്ഞൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ മാറിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് കുക്കിങ്ങിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം ബോയ്ക്ക് ഒരുപാട് മെസ്സേജസും കോൾസും ഒക്കെ വരുന്നുണ്ട്, പക്ഷെ അവനതൊന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മുടെ റുവാനോട് പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ഒരു അർജൻറ്റ് കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ തിരികെ പോവാണ്, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടേക്ക് വന്ന് നിന്നെയും മുത്തശ്ശി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നേരെ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ റുവാൻ്റെ അച്ഛനാണെങ്കിൽ ഗുണ്ടകളെല്ലാവരും കുറേ ചേർന്നിട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു കാശ് തരാൻ വേണ്ടിയിട്ട്. ഇയാൾക്കാണെങ്കിൽ കാശ് തരാനായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓടിപ്പോകുന്ന സമയത്ത് തൊട്ട് ഫ്രണ്ടിൽ ബോ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ബോ പ്ലീസ്, എന്നെ നീ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, എന്നെ അവരെല്ലാവരും കൂടെ കൊല്ലാനായിട്ട് വരുമെന്ന് പറയുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഹെൽപ്പ് കൂടെ ചെയ്യണം. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ ഭാര്യയെ കൊന്നതെന്നും നിങ്ങളുടെ മകളെ ചതിച്ചതെന്നുള്ളൊരു
കുറ്റസമ്മതം നടത്തിയിട്ട് നിങ്ങൾ തയാനെ ജയിലിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് പറ്റത്തില്ല, നീ വേറെ എന്തെങ്കിലും പറഞ്ഞ് എന്നത് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരി, അതൊന്നും നിങ്ങൾ ചെയ്തു തരണ്ട, പക്ഷേ അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് കുറച്ചു മുന്നേ ആ ഗുണ്ടകളോട് ഇയാൾ സമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അതായത് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ, താനാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ളത്. ആ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇയാൾ പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ അതും നിൻ്റെ ആൾക്കാരായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അവരൊക്കെ ഞാൻ തന്നെ പറഞ്ഞു വിട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ തെളിവുകളെല്ലാം വെച്ചിട്ട് റുവാൻ്റെ അച്ഛനെ നേരെ പോലീസിനെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ബോ നേരെ വന്നിട്ട് ചിന്നിനെ കാണാനായിട്ട് വരുന്നുണ്ട്. ചിന്നു ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്. ഒരുപാട് നാളായാലും നമ്മൾ സംസാരിച്ചിട്ട്, എനിക്ക് ഇവിടെ ഇരുന്ന് നിന്നോട് സംസാരിക്കേണ്ട, അടുത്തൊരു കോഫി ഷോപ്പ് പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് പോകുമെന്ന് ചോദിക്കുമ്പോൾ ജിൻ പ്ലീസ്, ഞാൻ അതിനൊന്നുമല്ല ഇവിടേക്ക് വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. ബോ പ്ലീസ്, നീ ഒന്ന് മനസ്സിലാക്ക്, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എൻ്റെ ഫാമിലിയിലുള്ള ആരും, എൻ്റെ ഫ്രണ്ട്സ് ആരും എന്നോട് ഇപ്പോൾ സംസാരിക്കാറില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുക. ആകെയുള്ള ഒരു ആശ്വാസം നീ മാത്രമാണ്. അതുകൊണ്ട് നീ എന്നോട് ഇങ്ങനെ ഒന്ന് ചേരുന്ന് പറയുമ്പോൾ, ഇത് നോക്കിയേ, അതൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നത്. നീ എന്നെ മാത്രം വിശ്വസിച്ച്, അല്ലെങ്കിൽ ഞാൻ മാത്രമേ നിനക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ ഇനി ഇരിക്കരുത്. അതൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, ഓഹോ നിന്നെ റുവാനിപ്പോൾ ഒരുപാട് മാറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നീ റുവാൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല, അവൾ എന്നൊന്നും ചെയ്തിട്ടുമില്ല, അതുകൊണ്ട് വെറുതെ നീ അവളുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. നീ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഉറപ്പാണ് നിൻ്റെ ഈ മാറ്റത്തിന് കാരണം റുവാൻസ് തന്നാന്ന് പറയുമ്പോൾ നീ ഈ ജന്മം തിരുത്താനായിട്ട് പോകുന്നില്ല, എനിക്കിനി നിന്നോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബോ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇത് കൂടെ കേൾക്കുമ്പോൾ ജിന്നിനാക്ക് ദേഷ്യം വന്നിട്ട്, റുവാന എല്ലാത്തിനും കാരണക്കാരി, എന്തായാലും എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ബോ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് റുവാനെ ശരിയാക്കുന്നുകൂടെ അവൾ വില്ലത്തിയെ പോലെ സംസാരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മുടെ പൂവാണെങ്കിൽ അസിസ്റ്റന്റിനെ വിട്ടിട്ട് ഒരു റിങ് മേടിച്ചിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. ഇത് ആർക്കാന്ന് ചോദിക്കുമ്പോൾ വേറെ ആർക്കാണ്, റുവാന് വേണ്ടിയിട്ട് തന്നെയാണ്. അവൾ ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ അവളെ ഒന്നുകൂടെ ഒന്ന് പ്രപ്പോസ് ചെയ്യാനായിട്ട് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവളത് സമ്മതിക്കില്ല എന്നുള്ളത് ആർക്കും അറിയത്തില്ല. അസിസ്റ്റൻറ്റും നല്ല രീതിയിൽ തന്നെ അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഹാഷ് ബുഷ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഹീറോയിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂ ഇങ്ങനെ റെഡിയായിട്ട് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് ചിരിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നീ ഇത് എവിടെ അവളെ ഫാഷൻ ഷോയ്ക്ക് പോവാണോ, ഇതെന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടേക്കെന്ന് ചോദിക്കുമ്പോൾ, അത് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്, അപ്പോൾ വെറുതെ അലമാരിലിരിക്കുന്ന കണ്ടിട്ട് ഞാൻ എടുത്തിട്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ശരിയെന്ന് പറയുമ്പോൾ നമുക്കൊന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് ബോ ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും പറ്റത്തില്ല, ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് എനിക്കൊരാളെ കാണാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതാരാന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ ഹാൻ, അയാളെ കാണാനായിട്ട് പോകാനുള്ളത്. ഓ മിസ്റ്റർ ഹാനെയാണോ, അയാളെൻ്റെ ഫ്രണ്ടാ, നമുക്ക് ഒന്നിച്ച് പോവാം, അപ്പോൾ പിന്നെ നിനക്ക് സംസാരിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ഏതാണ്ടൊക്കെയോ പറഞ്ഞിട്ട് കാറിലേക്ക് കയറ്റി എന്തായാലും മിസ്റ്റർ ഹാനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹീറോയ്ക്ക് ഈ ഹാൻ ആരാന്ന് കൂടെ അറിയത്തില്ല. അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ഹാനിൻ്റെ അസിസ്റ്റൻറ്റ് വരുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ ബോ നേരെ പോയിട്ട്, ഹലോ മിസ്റ്റർ ഹാൻ, എത്ര നാളായിട്ട് കണ്ടിട്ട് നീ ഇപ്പോൾ നന്നായിട്ട് തടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഹാനോ, നിങ്ങൾക്ക് ആൾ മാറിയത്, ഞാൻ ഹാനല്ല, എൻ്റെ സാർ അകത്തുണ്ട്, ഞാൻ അയാളുടെ അസിസ്റ്റൻ്റാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു പുറകിൽ നിന്ന് മിസ്റ്റർ ഹാൻ വന്നിട്ടുണ്ടായിരുന്നത്. ആ നിങ്ങൾ ഒത്തിരി നേരമായിട്ടോ വന്നിട്ട്, എന്നിട്ട് റുവാനെ നോക്കിയിട്ട് നീ വളരെ സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവളാണെങ്കിൽ ഇതെൻ്റെ അസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അയ്യേ, ഇങ്ങനത്തെ ഈ കുരങ്ങ് മുഖമൊക്കെ കൊണ്ടിട്ടാണോ അസിസ്റ്റൻ്റായിട്ട് കൊണ്ട് നടക്കുന്നത്? എന്തായാലും നിന്നെപ്പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടിയോട് നടക്കാനായിട്ട് യാതൊരു ക്വാളിറ്റി ഇവൻ ഇല്ലയെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും ആ ദേഷ്യമൊക്കെ ഉള്ളിലൊതുക്കിയിട്ട് ഇവർ ഈ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം റുവാൻ ഒരു ഗിഫ്റ്റ് എന്നോണം ഒരു പേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ലേ, അതുകൊണ്ടാണ് നിനക്ക് തന്നതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ബോയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടാതെ, ഇത് ഞാൻ വെച്ചേക്കാം, ഇവർക്ക് പൊതുവെ പേഴ്സ് ഒന്നും അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പേഴ്സ് ഇഷ്ടമല്ലാന്നോ, ഇങ്ങനൊരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ കാഷ്വലായിട്ട് റുവാൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഉടനെ തന്നെ ബൂന് ദേഷ്യം വന്നിട്ട്, അതെ ഈ കയ്യിലൊന്നും പിടിക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഇയാൾക്കാകെ ദേഷ്യം വന്നിട്ട്, എന്തായാലും ഈ ഡീലിന് എനിക്ക് സമ്മതമല്ല, നിങ്ങളുടെ ഈ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ ഇവന് നാക്ക് കൂടുതലാണ്, അതുകൊണ്ട് ഈ ഡീലിന് എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ടായിരുന്നു. സമാധാനമായല്ലോ, ഇത് ഇങ്ങനെയേ ആവത്തുള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് റുവാൻ പറയുമ്പോൾ, പിന്നെ ഞാൻ എന്ത് വേണം, അയാൾ ആവശ്യമില്ലാതെ നിന്റെ ദേഹത്തേക്ക് ഇങ്ങനെ തുടങ്ങുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ശരിയെന്ന് പറഞ്ഞിട്ട് റുവാനും പറയുന്ന സമയത്ത് ബോ പറയുന്നുണ്ട്, ഞാനിതിലൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അതെന്താ എന്ത് സ്വപ്നം നീ ചോദിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ ഞാൻ ചോദിക്കുന്നത്, ഞാൻ അങ്ങനെ ചോദിക്കാതിരുന്ന നീ പറയാതിരിക്കത്തില്ലല്ലോ, അതുകൊണ്ട് വാ തുറന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. അത് ഇന്നലെ കണ്ട സ്വപ്നത്തിൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ സ്വപ്നം ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ റുവാന് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അന്നൊരു ദിവസം നമ്മുടെ ബോയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിക്കിടന്ന സമയത്ത് ജിൻ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ അവൾക്ക് എന്തൊരു ആവശ്യം വന്നിരുന്നാലും ബോ അവളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അന്ന് അവൻ അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിക്കിടന്ന സമയത്ത് അവളല്ലായിരുന്നു അവനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്.
നമ്മുടെ റുവാനും ആയിരുന്നു കേട്ടോ. അവിടെ വന്നിട്ട് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവനെ രക്ഷിച്ചിട്ട് പോയി മാസ്റ്ററിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തായിരുന്നു അവിടെ ജിൻ വന്ന് ഇവനെ കാണുന്നുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശന് നന്നായിട്ട് അറിയായിരുന്നു. മുത്തശ്ശൻ്റെ അസിസ്റ്റൻറ്റും ഈ കാര്യം വന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ചേരേണ്ടവർ തന്നെയാണ് ചേർന്നത്. അവർ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇനിയും ഒന്നിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ ജിന്നിനും അറിയായിരുന്നു. പക്ഷേ ജിന്നാണ് ഇവനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആകെ സങ്കടത്തിലായിരിക്കുവാണ്. കാരണം ഇവളുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് പോലും അവളൊന്ന് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം അവന് സഹിയിട്ട് എന്തായാലും എപ്പോഴെപ്പോഴും ഇങ്ങനെ അവളുടെ പുറകെ പോകുന്ന നിർത്തണം. കുറച്ച് ദിവസം ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല, അവളെ കാണാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ അവൾ എൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ളത് എനിക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം ഇവിടെ ഈ ജെയിംസ് ഇല്ലേ, അതായത് നമ്മുടെ റുവാൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്ന ഒരു പയ്യൻ, അവനിപ്പോൾ ബെസ്റ്റ് സിംഗറിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ റുവാനായിരുന്നു. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഈ ജെയിംസ് ആണെങ്കിൽ റുവാനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. റുവാൻ, ഈ ഒരു വേദിയിൽ ഇത് പറയാമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഈ വീഡിയോ നമ്മുടെ ഹീറോ ആണെങ്കിൽ ലൈവായിട്ടിരുന്ന് കാണുന്നുണ്ട്. അവൻ്റെ ഹൃദയഭാഗം വെടിച്ചു പോയ അവസ്ഥയായിരുന്നു കേട്ടോ. ഇതിനപ്പുറം അത് കണ്ടുകൊണ്ടിരിക്കാൻ അവിടെ മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് റുവാൻ അവനോട് പറയുന്നുണ്ട്, ജെയിംസ്, ഇതിന് മുന്നേ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ നിന്നൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മാത്രമല്ല, ഒരു വേറെ രീതിയിലുള്ള ഒരു ഫീലിങ്സും എനിക്ക് നിന്നോട് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ജെയിംസ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം ബോ വന്ന് പറയുന്നുണ്ട്, എനിക്ക് അപ്പം പിന്നെ ഒരു ചാൻസ് കൂടെ നിനക്ക് തന്നോടെന്ന് ചോദിക്കുമ്പോൾ പ്ലീസ്, നീ എന്തിനാ എപ്പോഴും ഇത് തന്നെ എന്നോട് പറയുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരുന്ന സമയത്ത് നീ എന്നെ മുറിവേൽപ്പിച്ചതൊന്നും അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാനായിട്ട് പറ്റത്തില്ല. അതുമാത്രമല്ല, നീ അതിന് ശേഷം എന്നെ ഹെൽപ്പ് ചെയ്തതും ഞാൻ മറന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതിലൊന്നിനും പെട്ടെന്നൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞേക്കാം, ചിലപ്പോൾ ഈ ജന്മം മുഴുവനും ഞാൻ ഓക്കെ പറഞ്ഞില്ല എന്ന് ഇരിക്കും. അതുകൊണ്ട് ഉള്ള സ്നേഹം നിങ്ങളുടെ പെട്ടെന്ന് വെച്ച് വെറുപ്പിക്കരുതെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഹീറോ പ്രത്യേകിച്ചൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മുത്തശ്ശൻ തന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോൾ നീ മുത്തശ്ശനെ ഒന്ന് ചെന്ന് കാണുമെന്ന് പറയുന്നുണ്ട്. ഓ, അപ്പോൾ ഇന്ന് നീ രക്ഷപ്പെട്ടു കേട്ടോ. ഞാൻ ഇന്ന് ഫ്രീ ആണ്, നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അവനും ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നേരെ മുത്തശ്ശനെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിന് മുന്നേ ആയിട്ട് ജിന്ന് മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ കാര്യങ്ങളെല്ലാം ജിന്നിനോട് പറയുന്നുണ്ട്. നീ എല്ലാം അന്ന് അവനെ ഹെൽപ്പ് ചെയ്തതെന്നും അത് റുവാനാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തെളിവുകളും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇവർക്ക് കേൾക്കുമ്പോൾ ആകെ ഷോക്കായിട്ട്, ഒരു കാരണവശാലും നിങ്ങളിത് ബോനോട് പറയരുതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാനിതിന് പറയാതിരിക്കണം, അവനിപ്പോൾ റുവാനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ അവൻ ആ കാര്യം അറിയുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ലാന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം നിങ്ങളായിട്ട് നശിപ്പിക്കാനായിട്ട് നോക്കരുതെന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് സോഫയിലേക്ക് തള്ളുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് അയാൾക്ക് നെഞ്ചുവേദന വന്നിട്ട് അയാൾ മയങ്ങി പോകുന്നുണ്ട്. അവളിങ്ങനെ സംഭവിച്ചില്ലെന്ന് പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു പുറത്ത് നിന്ന് ബൂവും റുവാനും ഒരുമിച്ച് വരുന്നത് കാണുന്നത്. ആദ്യം റുവാനായിരുന്നു റൂമിലേക്ക് വരുന്നത് ഇവൾ കാണുന്നുണ്ടായിരുന്നത്. അപ്പം തന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് ഇവൾ സ്വയം കുത്തിയിട്ട് ബോധം കെട്ടി വീഴുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് തന്നെ റുവാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് ബൂവിനെ വിളിച്ചിട്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ജിന്നിങ്ങനെ റൂവിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, റുവാൻ, നിനക്ക് എന്നോട് ഒരുപാട് ശത്രുത ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം റുവാൻ ബോയോട് പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഇവരിങ്ങനെ കിടക്കുന്നത് കാണുമെന്ന് പറയുമ്പോൾ എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്, നീ പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ റുവാനാണ് ജിന്നിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചതെന്നുള്ള ന്യൂസ് അവിടെ ഫുൾ സ്പ്രെഡായിട്ട് പിന്നെയും സോഷ്യൽ മീഡിയയിൽ അത് തന്നെയായിരുന്നു ചർച്ചാ വിഷയമായിരുന്നത്. അതുമാത്രമല്ല, നമ്മുടെ റുവാൻ്റെ കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസ് ഇക്കാര്യം അറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ CEO അവരിങ്ങനെയൊക്കെ ചെയ്യുമോ, അവരെന്ത് മോശമായിട്ടുള്ളൊരു പെൺകുട്ടിയൊക്കെന്നൊക്കെ പറഞ്ഞിട്ട് ചിലരവരെക്കുറിച്ച് മോശമായിട്ടും പറയുന്നുണ്ട്, ചിലവർ അവരെക്കുറിച്ചിട്ട് നല്ലതും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ റുവാന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ അതൊക്കെ പറഞ്ഞോട്ടെ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, അപ്പം പിന്നെ ഞാനിതിനാ പേടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ജിന്നിനിപ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവൾ ഓക്കെ ആയിരുന്നു. പക്ഷേ ബൂ അവളെ കാണാനായിട്ട് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവൾ പെട്ടെന്ന് വയ്യാതുപോലെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ബൂ വന്നിട്ട് അന്ന് എന്താ സംഭവിച്ചെന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങളവിടെ വരുന്നതിന് മുന്നേ ഞാൻ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു. മുത്തശ്ശന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിത് എടുക്കാൻ പോയ സമയത്താണ് അവൾ മുത്തശ്ശൻ എന്തോ ചെയ്തത്. അത് കണ്ടിട്ട് വന്ന് എന്നെ അവിടെ ഇരുന്ന് കത്തിയെടുത്ത് അവൾ കുത്തി, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് നീ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെയല്ല, റുവാൻസുവാണിത് ചെയ്തെന്നുള്ളത് ഞാൻ എത്ര പറഞ്ഞാലും നീ ഒരിക്കലും വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. റുവാൻസു ആരായിരുന്നാലും വേറെ ആരെങ്കിലും ആയിരുന്നിരുന്നാലും എൻ്റെ മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ചെയ്തവരാരെ ആയിരുന്നിരുന്നാലും ഞാൻ അവരെ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം റുവാൻ മുത്തശ്ശനെ കാണാനായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു.
മുത്തശ്ശനിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ മുത്തശ്ശന് വേണ്ടിയിട്ട് സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, മുത്തശ്ശനൊന്ന് കാണാമോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഡോക്ടർ വിസിറ്റേഴ്സിനൊന്നും അലൗഡ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, മുത്തശ്ശൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാൾ 24 മണിക്കൂറും മുത്തശ്ശൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കുമെന്നും പറയുന്നുണ്ട്. അന്നേരം അവിടേക്ക് ജിൻ വരുന്നുണ്ട്. വന്നിട്ട് ബോ, എനിക്ക് മുത്തശ്ശനൊന്ന് കാണുമായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് കാണാമോ എന്ന് ചോദിക്കുമ്പോൾ ബോ ആണെങ്കിൽ റുവാൻസു എന്നാൽ പിന്നെ നീ പൊക്കോ, ഞങ്ങൾക്ക് മുത്തശ്ശനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവളെ ഒഴിവാക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ ഇപ്പോൾ ഈ അവസ്ഥയിലായതുകൊണ്ട് തന്നെ ബൂ ഗ്രൂപ്പ് ഇപ്പോൾ ഭയങ്കര ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അവരുടെ ഷെയർസ് എല്ലാം ഇപ്പോൾ ജിന്നിൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് മേടിക്കുന്നുമുണ്ട്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബൂ ഗ്രൂപ്പ് ഇനി പേരിന് മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബൂവിനോട് അസിസ്റ്റൻ്റ് വന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്ന ജിന്ന് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, നീ എന്നെ കല്യാണം കഴിക്കണം. ഞാൻ നിൻ്റെ ഭാര്യ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അച്ഛനും അമ്മയും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് അത് കേൾക്കുമ്പോൾ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ട് അവൻ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ വെഡ്ഡിങ് ഡേ വരുന്നുണ്ടായിരുന്നു. ആ വെഡ്ഡിങ്ങിലേക്ക് പങ്കെടുക്കാനായിട്ട് റുവാൻ ഉണ്ടായിരുന്നു കേട്ടോ. ജിന്നിനെന്തോ വലിയൊരു കാര്യം നേടിയെടുത്തൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. റിംഗ് എക്സ്ചേഞ്ചിന് ബൂ ഇങ്ങനെ കൈ നീട്ടുന്ന സമയത്ത് അവൾ റിംഗ് ഇങ്ങനെ ഇടാനായിട്ട് വരുന്ന ടൈം തന്നെ ജിൻ ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിന് ഒരാൾക്ക് ഭയങ്കരമായിട്ട് എതിർപ്പുണ്ട്, അയാളുടെ സമ്മതം കൂടെ മേടിച്ചിട്ട് മതി നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഇവളുമായിട്ട് കല്യാണത്തിന് സമ്മതം മൂളിയ അന്ന് രാത്രി തന്നെ റുവാനെ കാണാനായിട്ട് ബൂ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് പറയുന്നുണ്ട്, റുവാൻ, എനിക്കറിയാം എൻ്റെ മുത്തച്ഛനെ ഈ അവസ്ഥയിലാക്കിയതിലും തമ്മിൽ നിനക്കൊരു ബന്ധവും ഇല്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്തത് ആരാണെന്നുള്ളത് എനിക്കിതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്നിട്ട് താനിപ്പോൾ ജിന്നിനെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിച്ചു എന്നുള്ള കാര്യം റുവാനോട് പറയുന്നുണ്ട്. അതിനു വേണ്ടി ഒരു പ്ലാനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം റുവാൻസ് പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, മുത്തശ്ശനെ എങ്ങനെയെങ്കിലും പഴയതുപോലെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ കുറച്ച് ഡോക്ടേഴ്സ് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, നീ എന്തായാലും അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് പെട്ടെന്ന് എന്തോ വല്ലാണ്ട് തോന്നിയിട്ട് അവളെ പെട്ടെന്ന് കിസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുന്ന സമയത്ത് അസിസ്റ്റൻറ്റ് പെട്ടെന്ന് വന്നിട്ട്, സാർ കാർ റെഡി ആയിട്ടുണ്ട്, നമുക്കെന്നാൽ പോയാലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ റുവാൻസും അവളെ കുറച്ച് ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് മുത്തൻ്റെ സർജറിയൊക്കെ സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം മുത്തശ്ശൻ പഴയതുപോലെ ആയിട്ടുണ്ട്, ബോധമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റുവാൻ വന്നിട്ട് ഇക്കാര്യം ബോർഡ് പറയുമ്പോൾ തന്നെ അവന് ഭയങ്കര സങ്കടം വന്നിട്ട് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കാണിച്ചതിന് ശേഷം ആ വെഡ്ഡിങ് ഡേയിലേക്ക് വരുന്നുണ്ട്. ഇനി ഇവരുടെ രണ്ടുപേരുടെ കല്യാണത്തിന് സമ്മതം ഇല്ലാതിരുന്ന ആളാരാന്ന് അറിയണ്ടേ? അത് മുത്തശ്ശനായിരുന്നു കേട്ടോ. മുത്തശ്ശൻ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഇവളാണ് അന്ന് ആ രാത്രി വന്ന് അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇവളെ കുറ്റപ്പെടുത്തുന്ന കേൾക്കുമ്പോൾ ഇവൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്നായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കഴിവിലും പരമാവധി ഇവൾ ബോ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ബോ, എന്നെ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ അവൻ അതൊന്നും വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവൾ ആത്മഹത്യാ ഭീഷണി നടത്തുന്നുണ്ടായിരുന്നു. നീ എന്നെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. നീ ചാടിക്കോ, എനിക്കതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, എന്തായാലും ഒരിക്കലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് റുവാൻസ് വന്ന് പറയുന്നുണ്ട്, ചിൻ, നീ ഈ കാണിക്കുന്ന മഹാ തെറ്റാണ്, നീ ജയിലിലേക്ക് പൊക്കോ, കുറ്റസമ്മതമൊക്കെ നടത്തിയതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങി നീ നല്ലൊരു പെൺകുട്ടിയാവാനായിട്ട് ശ്രമിക്കുക, അപ്പോൾ ചിലപ്പോൾ ബോ നിന്നെ മനസ്സിലാക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ചിന്ന ഉടനെ കരഞ്ഞിട്ട്, അവൻ അങ്ങനെ എൻ്റെ സ്നേഹം മനസ്സിലാക്കുമോ? എനിക്ക് വേറെ ആരുമില്ല, ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവനല്ലാതെ വേറെ ആരെയും എനിക്ക് ഈ ജീവിതത്തിൽ സങ്കല്പിച്ച് പോലും നോക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ അങ്ങനെ തിരിച്ചു വന്ന അവൻ എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ റുവാൻസ് കല്യാണം കഴിക്കുമെന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവള്, റുവാൻസു നീ എൻ്റെ കൂടെ ഉണ്ടാവുമോ, നീ എൻ്റെ ഫ്രണ്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ റുവാൻസും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഇവളാണെങ്കിൽ താഴേക്ക് ചാടാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ മരിക്കുവാണെങ്കിൽ നീ മരിക്കണം എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഇവളെയും പിടിച്ച് താഴേക്ക് ചാടാനായിട്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടേക്ക് വന്നിട്ട് ഹീറോ അവളെ രക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് വെച്ചിട്ട് ഇവനാണെങ്കിൽ ഇവളെ കിസ് ചെയ്യുന്നുണ്ട്. താഴെ വീണ ജിന്നിനാണെങ്കിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയതുകൊണ്ട് തന്നെ ഇവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ മുത്തശ്ശന് അസുഖമൊക്കെ ഭേദമായിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. അന്നേരം ബോ പറയുന്നുണ്ട്, മുത്തശ്ശൻ ഇപ്പോൾ നന്നായിട്ട് വയ്യാണ്ടിരിക്കുക, എന്തായാലും ഇനി അധികം യാത്രകളൊന്നും ചെയ്യണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ എനിക്കിനി യാതൊരു അസുഖവും ഇല്ല, ഇപ്പം എൻ്റെ മരുമകളെല്ലാം എൻ്റെ കൂടെ ഉണ്ടല്ലോ, നീ എൻ്റെ കൂടെ എപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട് കൂടെ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡിസ്ചാർജൊക്കെ ചെയ്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂവിൻ്റെ ആൻറ്റി പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഈ നിലയിലെത്തി നിൽക്കുന്നത് ഞങ്ങളുടെ പണം കൊണ്ടാണെന്ന് പറയുമ്പോൾ അവൾക്കത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. മുത്തശ്ശ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓഫീസിൽ ചെയ്യാനായിട്ടുണ്ട്, ഞാനന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ബൂ വന്ന് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, ആൻറ്റിയുടെ സ്വഭാവം നിനക്ക് അറിയാലോ, അവരങ്ങനെ എന്നെയാന്ന് പറഞ്ഞിട്ട് അവൾ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ
പണ്ട് നമ്മുടെ ഹീറോ എങ്ങനെ ആയിരിക്കണമെന്നാണ് അവൾ ആഗ്രഹിച്ചത് അതുപോലെ അവൻ ആയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ചെറിയ രീതിയിൽ അവനോട് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും, ചെറിയ രീതിയിലല്ല, മനസ്സിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും അവൾക്ക് എന്തോ പെട്ടെന്ന് വെച്ചിട്ട് അവൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ മാസങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവിടെ നമ്മുടെ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് ഹീറോയിൻ വരുന്നുണ്ട്. വന്നിട്ട് ഇതെൻ്റെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഇതൊക്കെ ആരാ മേടിച്ചെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പോവാ, നിനക്കിപ്പോൾ തിരക്കായത് കാരണം എന്നെ അങ്ങനെ അധികം കാണാനായിട്ട് വരാറില്ലല്ലോ, അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, വരുമ്പോഴെല്ലാം ഇതുപോലെ ഒരു ലോഡ് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വരും, ഇതൊക്കെ ആര് കഴിക്കാനാ? മോളെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ഇത് അനുസരിക്കോ? അവനിപ്പോൾ നല്ലൊരു മോനായിരിക്കുക, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നുകൂടെ ഒന്നിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബൂ ആണെങ്കിൽ റുഹാനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. വന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ റിങ് എടുക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ബൂ, ഇപ്പം അതൊന്നും നീ പറയണ്ട, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, കമ്പനി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ സെറ്റാക്കാനുണ്ട്, അതുകൊണ്ട് അതിനിടയിൽ ഞാൻ വേറൊരു ലൈഫിനെ പറ്റിയിട്ട് എന്തായാലും ചിന്തിക്കുന്നില്ല ഇപ്പോൾ. പിന്നൊരു കാര്യം, ഞാൻ ആരുടെയും സ്വന്തമല്ല, ഞാൻ എൻ്റെ മാത്രം സ്വന്തമെന്ന് പറയുമ്പോൾ അങ്ങനെയായിരിക്കാം, പക്ഷേ നീ എൻ്റെ മുൻ ഭാര്യയാണെന്നുള്ള കാര്യം എനിക്ക് പറയാലോ അല്ലേ? അത് നീ പറഞ്ഞു, അതിലെനിക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും തൽക്കാലം നമ്മളിങ്ങനെ പോകുന്നത് തന്നെയാണ് നല്ലത്, കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നിൻ്റെ ഇഷ്ടം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നതോടുകൂടെ ഈ ഡ്രാമ അവസാനിക്കുകയാണ്. ഇതിലിപ്പോൾ ഹീറോയിനും ഒന്നിച്ചിട്ടുണ്ടോ ഒന്നിച്ചിട്ടില്ലയോ എന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, അവളോട് അവൻ ചെയ്ത കാര്യങ്ങളൊന്നും അവൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡ്രാമ തുടങ്ങിയ സമയത്ത് ഹീറോ അത്ര അങ്ങോട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ പോകെ പോകെയായിരുന്നു അവൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇനി പോകെ പോകെ ഇവർ ഒന്നിക്കുമായിരിക്കും അല്ലേ? അതെന്തായാലും നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റാ.